السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. والذين تدعون من دونه ما يملكون من قطمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കേരള നദവത്തുൽ മുജാഹിദീൻ സംസ്ഥാന സമിതി സംഘടിപ്പിക്കപ്പെട്ട വാരാന്ത ക്ലാസ്സിലെ ഇന്നത്തെ വിഷയം സലഫികൾ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നതാണ്. ആദ്യം നാം പഠിക്കേണ്ടത് സലഫികൾ കേരളത്തിൽ വരുന്നതിന് മുമ്പുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ പഠിച്ചാൽ ഈ ശത്രുതയുടെ കാരണം മനസ്സിലാവും. സലഫികൾ കേരളത്തിൽ വരുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾ ഒരു സുന്നത്ത് കർമ്മം നിർവഹിക്കും ആൺകുട്ടികൾക്ക്. അത് സുന്നത്ത് കല്യാണം തന്നെ ആയിരുന്നു. ചിലരെ ആനപ്പുറത്തൊക്കെ ഇരുത്തിയാൽ കൊണ്ടുപോവുക മാർഗം കഴിച്ചതിന്. പല കുടുംബത്തിലുള്ള ആളുകളും ആ ആൺകുട്ടിക്ക് സ്വർണ്ണമോതിരം അണിയും. ആരും വന്ന് എതിർക്കാറില്ല. ആൺകുട്ടിയാണ്, സ്വർണത്തിൻ്റെ മോതിരം അണിയാൻ പാടില്ല, സ്വർണം ഹറാമാണെന്ന് പറയാൻ ആരും വന്നുണ്ടായിരുന്നില്ല. അത് പുണ്ണുണങ്ങിയാൽ ഒന്ന് വെള്ളിയാഴ്ച ജുമാക്ക് പോകും. അതാണ് മുസ്ലിമാണെന്നുള്ളതിൻ്റെ ഒരു രേഖ. പിന്നെ നിക്കാഹിന് ഇരിക്കുന്ന സമയത്ത് തലയിൽ ടവലൊക്കെ ഇട്ടിരിക്കുന്ന ഒരു മുസ്ലിം. പിന്നെ മരിച്ചാൽ ഒരു മയ്യത്ത് കെട്ടിലിൻ്റെ മുകളിൽ ഖബറുംകാട്ടിലേക്ക് യാത്ര പോകുന്നു എന്നതായിരുന്നു മുസ്ലിങ്ങളുടെ മറ്റൊരു അടയാളം. പിന്നെ വെള്ളിയാഴ്ച ഒരു ജുമാ നമസ്കാരത്തിനും കുറേ ആളുകൾ പോകും. ബാക്കി സമയങ്ങൾ മരിച്ചാൽ ഖുർആൻ ഓതും. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിമാണ് എന്നുള്ളതിന് രേഖ 3 കഴിക്കും, 7 കഴിക്കും, 40 കഴിക്കും, 90 കഴിക്കും, ആണ്ട് കഴിക്കും, ഇടയ്ക്കിടയ്ക്ക് മൗലൂദും കഴിക്കും, ഇടയ്ക്ക് റാത്തീബും കഴിക്കും. ഇതെല്ലാം കൂടിയ ഒരു വിഭാഗം ആളുകളായിരുന്നു മുസ്ലിങ്ങൾ. അതിന് പുറമെ 33 കോടി ജാറങ്ങൾ, 33 കോടി തങ്ങന്മാർ. ഇത് എണ്ണം കണക്കാക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ 33 കോടി എന്നൊക്കെ പറയുന്നതിന് കാരണം അത്രമാത്രം ജാറങ്ങളും കനീസകളും അതിൻ്റെ നേർച്ചകളും അതിൻ്റെ വഴിപാടുകളും പലതരം അന്ധവിശ്വാസങ്ങളിലും മുഴുകി ജീവിക്കുന്നു. കൂടെ ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത മുസ്ലിങ്ങൾ, ഒരു വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നില്ല. ഭൗതിക വിദ്യാഭ്യാസവും ഇല്ല, ധാർമ്മിക വിദ്യാഭ്യാസവും ഇല്ല. ഒരു കത്തെങ്ങാനും മകൻ അയച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും അയച്ചാലോ അതൊന്ന് വായിക്കണമെങ്കിൽ ഏതെങ്കിലും നായരുട്ടീൻ്റെ അടുത്ത് പോകണം. ഇതൊന്ന് വായിച്ചുകൊണ്ട നായരുട്ടിയെന്ന് പറയണം. അങ്ങനെ പറയുന്നൊരു കാലഘട്ടത്തിലാണ് സലഫി പ്രസ്ഥാനത്തിൻ്റെ ശബ്ദം അങ്ങുമിങ്ങും നന്നായി ചെറുതായി ശബ്ദിക്കാൻ തുടങ്ങിയത്. അപ്പം അന്ന് മുസ്ലിങ്ങളെന്നോ മറ്റ് മതവിഭാഗങ്ങളെന്നോ വേർതിരിച്ചറിയാൻ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. പിന്നെ ഉണ്ടായിരുന്ന സംവിധാനം എന്താണെന്ന് വെച്ചാൽ ഒരു പച്ച ബെൽറ്റ് കെട്ടും മാപ്പിള, ഒരു പച്ച ബെൽറ്റ്. പിന്നെ വേണമെങ്കിൽ ഒരു മിസ്വാക്കും തിരികിയിട്ടുണ്ടാവും. പിന്നെ
ഭാഷ, മലയാള ഭാഷ വളരെ മോശമായിരിക്കും. കാരണം മലയാളം സംസാരിച്ചാൽ നരകത്ത് പോകുമല്ലോ. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാനാ? മലയാളം അറിയില്ല, ഇംഗ്ലീഷാണെങ്കിൽ തീരും പറയാൻ പാടില്ല. കാരണം നരകത്തിൽ ഇങ്ങനെ മുങ്ങിത്താവുമ്പം യൗമ തുക്കല്ലബ് വുജൂഹും ഫിന്നാർ, നരകത്തിൽ മുഖം കുത്തിയിട്ട് അടിയിലേക്ക് പോകണം, മുകളിലേക്ക് വരുന്നോട് ചോദിക്കും വേർ ആർ യു ഗോയിങ്, ഐ ആം ഗോയിങ് ടു നരകം. അങ്ങനെ പറയാനുള്ളൊരു അതായത് അത്രയും ബീഭത്സമായിരുന്നു നമ്മുടെ മുസ്ലിങ്ങളുടെ ചിത്രം. ഇത് ഇവിടുത്തെ എല്ലാ മതവിഭാഗക്കാർക്കും വലിയ സന്തോഷമായിരുന്നു. ഒരു ഉദ്യോഗരംഗത്തും നമ്മളുണ്ടായിരുന്നില്ല. പഠിക്കാൻ പള്ളിക്കൂടെ അങ്ങ് വിലക്കി കളഞ്ഞു, പ്രാർത്ഥിക്കാൻ പള്ളിവാതിൽ കൊട്ടിയടച്ചു, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. അവരൊക്കെ ആട്ടിത്തെളിച്ച് കൊണ്ടുപോയി നേർച്ചക്കും വഴിപാടിനും. ശരിക്കും കൃത്യമായൊരു ബോധം വേണം ഒരു സെലഫിക്ക്. അങ്ങനെയുള്ളൊരു സമൂഹം, വിദ്യാഭ്യാസപരമായിട്ട് ആ ഒരു പുരോഗതിയില്ല, ജീവിക്കാൻ ഉദ്യോഗവും പാടില്ല, പറ്റില്ല, അതും ഹറാമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഡോക്ടർമാരൊക്കെ ഉണ്ടാവുമ്പോൾ അത്ഭുതമായിരുന്നു. പ്രൊഫസർമാർ, ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാകുമ്പം മുമ്പ് ഒരു ചെക്കൻ പറഞ്ഞ മാതിരി ഇതാ ഭയങ്കര സന്തോഷം ഒരു ചെക്കൻക്ക് ഒരു ദിവസം കഞ്ഞി കൊടുത്തപ്പോൾ. അപ്പോൾ എന്താന്ന് നോക്കിയപ്പോൾ ഓൻ വിളിച്ച് പറയാം അമ്മനോട്, മാ ദാ കഞ്ഞിലൊരു വറ്റ്. ആദ്യമായിട്ട് കുടുങ്ങിയതാണ് കഞ്ഞിലൊരു വറ്റ്. അതുപോലെ നമുക്ക് രണ്ടും ഡോക്ടർമാരും രണ്ടാൾക്കാരും ഒക്കെ ഉണ്ടായ ഒരു അത്ഭുതമായിരുന്നു അല്ലേ. ഇപ്പം നിങ്ങൾ നോക്കൂ, പഠിക്കുന്ന കാര്യത്തിലൊക്കെ നോക്കേണ്ടി വിദ്യാഭ്യാസ രംഗത്തൊക്കെ മുസ്ലിം കുട്ടികളുടെ വിദ്യാഭ്യാസമായ പുരോഗമനം ആരുണ്ടാക്കി, എന്തായിരുന്നു അതിൻ്റെ പശ്ചാത്തലം? അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത, അതുകൊണ്ടാണ് ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾ സലഫികളുടെ നേരെ ഉറഞ്ഞു തുള്ളുന്നതിന് ഒരു കാരണം. എന്താ? മുമ്പ് ഇവരുടെ കൂട്ടത്തിൽ പർദ്ദണിഞ്ഞ പെണ്ണുങ്ങളുണ്ടായിരുന്നില്ല. മാറും മൊലിയും കാണിച്ച് ചന്തിയും കുലുക്കി ഒരു ലുങ്കി ഉടുത്ത് നടന്നതിനെ പെണ്ണുങ്ങളെ ഈ കോലത്തിൽ പർദ്ദയിലേക്ക് മാറ്റിയത് ഇവിടുത്തെ സലഫികളാണെന്നാണ് അവർ പറയുന്നത്. ഇവിടുത്തെ സലഫികളാണ്. ഇവിടെ അതിൻ്റെ മുമ്പ് കാച്ചിത്തുണിയോ വെള്ളത്തുണിയോ എന്തോ ഉടുത്ത് നടന്നിരുന്ന ആൾക്കാരെ പർദ്ദയിലേക്ക് മാറ്റി സ്ഥാപിച്ചത് സലഫികളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ തീവ്രപരമായ പ്രബോധനമാണ് നമ്മളെ ഭാഗത്ത് നടക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തൊരു വർദ്ധിച്ചു, ഒരു വളർന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് തല ഉയർത്തി നിൽക്കാനുള്ള കഴിവ് അവർ നേടി. പിന്നെ വിശ്വാസപരമായിട്ട് ജാറങ്ങളും മക്ബറകളിലും ആൾ കുറഞ്ഞു, നേർച്ചകളും വഴിപാടുകളും വേണ്ടത്ര മനോഹരമായി നടക്കാത്തൊരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചു. ഇത് നടത്തുന്നവർക്ക് തന്നെ പ്രയാസമായി. മറ്റതെല്ലാ വീടിൻ്റെയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും, കോഴിക്കോടുള്ള മുഴുവൻ വീടുകൾക്കും 2 കൊട്ടിലുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഒരു കൊട്ടിൽ പുരയിൽ ജനിച്ച മക്കളെ മുഴുവൻ മാർഗം കഴിക്കാനാണ്. ആ അപ്പുറത്തെ കൊട്ടിലെത്തിനാ വെച്ചാൽ പുരയിൽ ജനിച്ച മക്കളെ മാർഗം കഴിക്കുന്ന സമയത്ത് മൊയ്ലിയന്മാർക്ക് മൗലൂദല്ലാനാണ് ഈ ചെക്കൻ്റെ നിറോളിയേക്കാണ്ടൊക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ ആ കൊട്ടിൽമേൽ ആരും ഉണ്ടാവില്ല. പിന്നെ എപ്പോഴേയും കല്യാണത്തിനൊക്കെ മാസറിടും, അല്ലാണ്ട് ആ കൊട്ടിലിനോണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ എല്ലാ വീടുകളിലും നിർബന്ധമായി കൊട്ടിലുണ്ടായിരുന്നു. കൊട്ടിൽ അറിഞ്ഞാൽ തിരിയാത്തോലുണ്ടാവും. നമ്മൾ സ്കൂളിലൊക്കെ സ്റ്റേജ് കെട്ടുന്നുണ്ടല്ലേ നിങ്ങളിപ്പം, പെർമനൻ്റ് സ്റ്റേജ്. അതുപോലെ വീട്ടിൽ പെർമനൻ്റ് സ്റ്റേജ് ഉണ്ടാവും. ആ സ്റ്റേജിനാണ് നമ്മൾ കൊട്ടിൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില ചെറുപ്പക്കാർ ചോദിക്കും എന്താ ഈ കൊട്ടിൽ, കട്ടിൽ കേട്ടിന്, കൊട്ടിൽ കേട്ടില്ല. അപ്പോൾ കൊട്ടിൽ എന്ന് പറഞ്ഞാൽ സിമൻ്റ് കൊണ്ട് തന്നെ തേച്ച് മിനുക്കി കുറച്ച് കട്ടിലിനേക്കാൾ കുറച്ച് ഉയരത്തിൽ, മനസ്സിലല്ലേ, അങ്ങനെ കയറി നിന്നിട്ട് ജവാബും സുആലും മൗലൂദ് കണ്ടില്ലേ. ഒരു കൊട്ടുമെന്ന് പറയും, ഇതിപ്പം മാർക്കൊന്നും കഴിക്കാനില്ലെങ്കിൽ നമുക്കിടക്കിടക്ക് വ്യാഴാഴ്ച രാവിൻ്റെ അന്ന് ഒരു മൗലൂദ് നടത്തണമെങ്കിൽ ഇപ്പോൾ 10 മൊയ്ലിയന്മാർ അങ്ങോട്ട് കൊടുത്താൽ 10 മൊയ്ലിയന്മാർ 5 ഒരു കൊട്ടുമ്പോൾ 5 ഒരു കൊട്ടുമ്പോൾ കയറിയിരിക്കും. അങ്ങനെ കയറി നിന്നിട്ട് ഇവർ പറയും എന്താ വെച്ചാൽ, ഒരു കൊട്ടുമ്പോഴുള്ള പറയും കുറ്റാമെന്ന വാഹനമിൽ അറ്റാമില്ല ഞാൻ കേറി തങ്ങളോടന്യായമാം സയ്യിദി ഖൈറൻ നബി. ഇതിൻ്റെ നേരെ അർത്ഥം അത് എന്താ പറയുന്നത്? കുറ്റാമെന്ന വാഹനമിൽ
അതുകൊണ്ടാണ് മുസ്ലിയാക്കന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും പാവപ്പെട്ടവരാണ്, എന്ത് കുറ്റം ചെയ്താലും പാവപ്പെട്ടവരാണ് നമ്മളുടെ അവസ്ഥ. തങ്ങളെ നിങ്ങൾ അറിയുന്നില്ലേ? സലാത്ത് നഗർന്ന് കേൾക്കില്ലേ? ഇപ്പോഴും 2016 കേട്ടില്ലേ അതേ ശബ്ദം? ആ പാട്ടാണ് ഇപ്പോൾ പറയുന്നത്. കുറ്റമെന്ന വാഹനമിൽ, കുറ്റമെന്ന വാഹനത്തിലാണ് കയറിയത്. സാധാരണ എല്ലാവരും വാഹനത്തിൽ കയറുമ്പോൾ കുറ്റമുള്ള വാഹനത്തിൽ എന്താ പറഞ്ഞ അർത്ഥം എന്നറിയോ? ഞാൻ അതിൻ്റെ മുകളിൽ അട്ടിട്ട് കയറി നിൽക്കുക, എല്ലാ തെറ്റുമുണ്ട്, ഞാൻ കള്ളുടിക്കും. മുമ്പൊക്കെ ആജിയന്മാരൊക്കെ കള്ളുടിക്കായിരുന്നു. സലഫി പ്രസ്ഥാനം ഇവിടെ എത്ര ശക്തമായി പ്രവർത്തിക്കുന്നതിന് മുമ്പ് അവസാനത്തെ കള്ളുടിയാൻ ആരായെന്ന് വെച്ചാൽ ഇഷാൻ സ്കെച്ച് കുടിക്കുന്നവർ വരെ എത്തിയിരുന്നു. കുടി നിർത്തി ഇഷാമൽ വരെ എത്തി. പിന്നെ അവസാനം ഇഷാവും നിർത്തി. അവൻ്റെ അടുത്ത തലമുറ വന്നപ്പം 100 കൊല്ലം സലഫികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കളിച്ചതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ കൊട്ടിലുമില്ല മൗലൂദുമില്ല. അതാട്ടെ, ആ കാര്യങ്ങൾ അറിയണം. ഒരു ഭാഗത്തുനിന്ന് പറയുന്നു മുസ്ലിയാർ, ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, എണ്ണമില്ല വണ്ണമില്ല, അട്ടിട്ടതിൻ്റെ മുകളിൽ കയറിക്കുകയാണ്. അതുകൊണ്ട് തങ്ങളോടന്യായമാം സയ്യിദി ഖൈറൻ നബി, പ്രവാചകരെ ഞാനിതാ താങ്കളോട് അന്യായം ബോധിപ്പിക്കുന്നു. ഞാൻ അത്ര വലിയ തെറ്റ് ചെയ്ത ആളാണ്. തെറ്റ് ചെയ്ത ആൾ ആരോടാ അന്യായം ബോധിപ്പിക്കേണ്ടത്? ആരോട് ബോധിപ്പിക്കണം? അള്ളാഹിനോട്. ഇത് നിങ്ങളുടെ ഭാഷ, നിങ്ങളിത് കേട്ട് പരിചയിച്ചതുകൊണ്ട് അവർ പറയുന്നത് അള്ളാഹിനോടല്ല റസൂലുള്ളാഹിനോട് പറയണമെന്നാ. അപ്പം അതിൻ്റെ ഒരു ഉത്തരം, അത് സുആൽ അപ്പം ചോദിച്ചത് നബിനോടുള്ള സുആലാണല്ലോ, ചോദ്യമാണല്ലോ. അതിൻ്റെ ഉത്തരം അപ്പുറത്തെ കൊട്ടുമെന്ന് ചൊല്ലും. എന്താ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, എനിക്ക് അല്ല മതി, മറ്റേ ആള് ഞാൻ റസൂലിൻ്റെ അടുത്തേക്കില്ല. ഒരേ കട്ടുമെന്ന് ഒരു കട്ടിലുമെന്ന് സുആൽ ചോദിച്ചു, അത് നബിനോട്. അപ്പം മറ്റേ ആള് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, എനിക്ക് പരമോദനായ അല്ല മതി. മാഫി ഖൽബി ഗൈറുല്ലാഹ്, എൻ്റെ കൽബിൽ അല്ലല്ലാണ്ട് വേറെ ആരും ഇല്ല കേട്ടോ മറ്റവനോട്. കാരണം എന്താ അറിയോ? ഹക്ക്, ഇതിൻ്റെ സത്യം എന്താന്ന് മറ്റവനെ പഠിപ്പിക്കുക. ഹക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ മുഹമ്മദ് നബിനോട് പറയാൻ പാടില്ല. അപ്പം സുആലും ജവാബുമായിട്ട് ഇങ്ങനെ മൗലൂദ് നടത്തിയിരുന്നൊരു കാലഘട്ടം, അത് നടത്തണോ തന്നെ നിർത്തൽ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറി. കാരണം ഈ അർത്ഥം കേട്ട് വടച്ച തമ്പുരാൻ ഇതൊക്കെ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഉസ്താദിനോട് ചോദിക്കുമ്പോൾ ഉസ്താദ് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പരിഭാഷ ഇറക്കും, മൗലൂദിന് പരിഭാഷ ഇറക്കും. വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഓലിറക്കിയ പരിഭാഷ ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ അർത്ഥമായിട്ട് എന്ത്? കുറ്റാമെന്ന വാഹനമിൽ അറ്റാമില്ല ഞാൻ കയറി തങ്ങളോടന്യായമാം സയ്യിദി ഖൈറൻ നബി, ദൂരെ എഴുതിയതർത്ഥം. അപ്പോൾ ഒരു സമൂഹം മുഴുവനും മൗലൂദും റാത്തീബും 3 അയക്കുക, 7 അയക്കുക, 40 അയക്കുക, 90 അയക്കുക, ആണ്ട് അയക്കുക, നേർച്ച അയക്കുക, അതോടുകൂടി മുസ്ലിമിൻ്റെ പണി കഴിഞ്ഞു. നമസ്കാരം പേരിന് മാത്രം. ഹജ്ജ് ചെയ്യുന്ന ആളുകൾ വയസ്സന്മാർ പോകുമ്പോൾ തന്നെ നീയത്തേക്ക മക്കത്തുനിന്ന് മരിക്കാനാ. എന്നിട്ട് അയാളോടുന്ന് മരിച്ചാൽ നമ്മൾ ഇവിടുന്ന് പറയും മൂപ്പര് നീയത്ത് വെച്ചതുപോലെ മയ്യത്തായി. ഇത് മയ്യത്താ നേരത്തെ നീയത്ത് വെച്ചത്. മനസ്സിലായോ? അപ്പോൾ ധാർമ്മികമായി യാതൊരു ബോധവുമില്ലാത്തൊരു സമൂഹം. വിദ്യാഭ്യാസപരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു നിലക്കുള്ള ഒരു വിവരമില്ല. മലയാളം അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, തമിഴ് അറിയില്ല, ഒരു ഭാഷ അറിയില്ല. ആകെ അറിയാം കുറച്ചൊക്കെ എഴുതാൻ പഠിച്ചവർക്ക്. നിങ്ങളെ ഞാൻ എഴുതുന്നത് എന്തെന്നാൽ ഉദവിയാൽ ഇവിടെയും സുഖം അവിടെയും സുഖം തന്നെയാണെന്ന് വിശ്വസിച്ച് ഉറപ്പിച്ച് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ എഴുതാൻ സ്ഥലമില്ല. അടുത്ത കത്തിൽ എന്ത്? അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും തെക്ക് നിന്ന് വടക്കോട്ടേക്കൊരു മത്തിക്കപ്പൽ. കാരണം അതങ്ങനെ എഴുതാൻ അറിയുള്ളൂ, അത്ര മലയാളം അറിയുള്ളൂ. നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നത്. അങ്ങനെ നമുക്കൊരു ഭാഷ ഉണ്ടാക്കി തന്നു. ആ ഭാഷൻ്റെ പേരാണ് അറബി മലയാളം. നിങ്ങൾ സെൽഫികൾ വന്ന വഴി ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് തോർച്ചടിച്ച് നോക്കേണ്ടി. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അറബി മലയാളം ഇല്ലേ? അറബി മലയാളം പഠിക്കാത്തവർ ആരാള്? അക്കായത് നമുക്ക് വരെ ഇല്ലേഞ്ഞോ? നമുക്ക് മലയാളത്തിൽ ഇറക്കാൻ പാടില്ല.
സലഫികളും അറബി മലയാളത്തിലെ ബുക്ക് ഇറക്കി. അഖായിദ് ഞാൻ പഠിച്ചിട്ടുണ്ട്, അഖ്ലാഖ് ഞാൻ പഠിച്ചിട്ടുണ്ട് അറബി മലയാളത്തിൽ. കാരണം മലയാളത്തിൽ ഇറക്കിയ ആ മദ്രസയിൽ ആരും കൊണ്ടില്ല. അതാണല്ലോ ഈ സുന്നികൾ പറഞ്ഞത്, നമ്മൾ അറബി മലയാളത്തിൽ ഇറക്കിയത് ശരി, നിങ്ങൾ ഇറക്കിയതോ, നമ്മൾ നിങ്ങളെ പേടിച്ചിറക്കിയതാ. എന്തിനധികം പറഞ്ഞ് പടുത്ത കാലത്തല്ലേ നിങ്ങളൊക്കെ നമസ്കാരത്തിൽ, ഫർള് നമസ്കാരത്തിൽ അല്ലാഹുമ്മ ബായിദ് ബൈനി എന്ന പ്രാർത്ഥന ഇറക്കി പഠിച്ചത് ഇപ്പം അടുത്ത കാലത്തല്ലേ അല്ലേ? അതിന് മുമ്പ് നിങ്ങൾ ഒജ്ജത്തുമല്ലേ? ഞാൻ ഒജ്ജത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കാരത്തിലല്ലേ നിർവഹിച്ച്? ഫർള് നമസ്കാരത്തിൽ നബി അല്ലാഹുമ്മ ബായിദ് ബൈനി എന്നുള്ള പ്രാർത്ഥനയല്ലേ നടത്തിയത്? ഞാനൊരു പുസ്തകം ഇറക്കി SLRCക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനതിലെന്താ ചെയ്തത് അറിയോ? അന്ന് എന്നെ എതിർത്തോലുണ്ട്, ഇപ്പം കൂടുതലുണ്ടാവും ചിലപ്പോൾ കുത്തിരിക്കണല്ലോ. ഇല്ല ഒജ്ജത്ത് പോക്കി ഓരോന്ന് ഓലിങ്ങനെ ഇറക്കുകയാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ ഞാനതിലെന്താ എഴുതി വെച്ചാൽ, തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നാം ദുആഉൽ ഇഫ്തിഫ്താഹ് നിർവഹിക്കുക. അത് വജ്ജഹ്തുവോ അല്ലെങ്കിൽ താഴെ പറയുന്ന പ്രാർത്ഥനയോ എന്നുകൊണ്ട് ഞാൻ താഴെ പറയുന്ന പ്രാർത്ഥന പഠിപ്പിക്കാൻ തുടങ്ങി. ഇത് ആദ്യമായിട്ട് ആ വിഷയം പടച്ചോൻ തൗഫീഖോട്ട് ഞാനാണ് തുടങ്ങിയത്. ഇത് അലിമാഷുക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ഇല്ലേ? ആ കാലം ഓർമ്മയില്ലേ? കാരപ്പറമ്പ് വന്നവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. മൂപ്പരിപ്പോൾ ഒജ്ജത്ത് മാറ്റിയിരിക്കുന്നു അവർ. അപ്പോൾ എന്താ കാരണം അറിയോ? ഒരു സംഗതി ഇവരിവിടെ ഉണ്ടായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു അന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം അൽ മുർഷിദ് പോലുള്ള നമ്മളുടെ മാസികകളിൽ അന്ന് എഴുതെന്താ വെച്ചാൽ, പിന്നെ മൗലീദ് നടക്കുന്ന യോഗങ്ങളിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മാഹാത്മ്യം വിശദീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അപ്പോൾ ബിലെടുത്ത് വായിച്ചിട്ടെന്ന് പറയും, കണ്ടോ മുൻഗാമികളായ വഹാബി പണ്ഡിതന്മാർക്ക് ഇവിടുത്തെ മൗലൂദ് യോഗം നടത്തുന്നതിന് വിരോധമില്ല. അവർ അതിൽ റസൂലുള്ളാഹിൻ്റെ മുത്തുനബിയുടെ സ്വഭാവ വിശേഷണം വിശദീകരിക്കണമെന്ന് പറഞ്ഞവരാണ്. എടാ പുതിയ വഹാബി, നീ മനസ്സിലാക്കടാ, നിന്റെ തല തൊട്ടപ്പനായ വഹാബി വൻ തോക്കാണടാ ഈ ലേഖനം എഴുതിയത് എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ ഇന്നിപ്പോൾ നമ്മളവിടുന്ന് കേട്ട് രണ്ട് കൊട്ടുമ്പോൾ എന്തൊക്കെ ചൊല്ലി അറിഞ്ഞ് ഇപ്പോൾ അത് അൽമുർഷിദ് ഇത് എഴുതി വെച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? അറബി മലയാളവും അതേമാതിരി തന്നെ ഒരു സംഗതിയാണ്. എന്ത് അറബി മലയാളം എന്ന് പറഞ്ഞാൽ എന്താ? അറബി മലയാളത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? അതിൽ ഉറുദു പോലെ അലിഫ് ബേ പേ തേ ടേ സേ ജെ ഛേ എന്നൊക്കെയാണ് അതിൽ പറയുക, ഇതിൽ ഉറുദു പഠിക്കുമ്പോൾ അല്ലേ? അതുപോലെ ഇതിലെന്തുണ്ട്? കാക്ക ഗംഗാങ്ങ ചാച്ച ചഞ്ചാഞ്ഞ ടാട്ട ഡണ്ടാന താത്ത ദന്താന പാപ്പ ബമ്പാമ. അവിടെ ഇരുന്നോളിട്ടോ, ഇതൊന്നും ഉറുക്കുന്നൂലൊന്നല്ല, ഇത് മലയാളത്തിലെ ചില പഠന രീതിയാണ്. അപ്പം ഇങ്ങനെ ഈ പഠന രീതി പഠിപ്പിക്കുമ്പോൾ അക്കൂട്ടത്തിൽ മലയാളം ആളപ്പോൾ പറഞ്ഞത്. അപ്പോൾ അറബി മലയാളത്തിൽ നോക്കുമ്പോൾ പിന്നെ പാപ്പ ബമ്പാമില്ല, ചില്ലറ അടക്കറിലല്ല വിട്ട്, പാക്ക് പകരം ഫാന്നുള്ളത്. അതുകൊണ്ട് പഴയ അറബി മലയാളം ബുക്ക് എടുത്തുകൾ വരച്ചു നോക്കേണ്ടി, അതിലുണ്ടാവും ഈ ഫാട്ട് അടിഫാനും അടിഫിഫാനും പാടില്ലാത്താണ്. ഫഗർഫവകാശം ഫ്രസാദകരിൽ നിഷിഫ്തം എന്ന പാല്യ. ഇത്ര കഷ്ടപ്പെട്ട് അറബി മലയാളം വായിപ്പിച്ചോലെ നമ്മളൊക്കെ. സലഫി പ്രസ്ഥാനം എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു? സലഫി പ്രസ്ഥാനം എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു? ഇവരുടെ നമ്മൾ അറിയേണ്ടത്, ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ഒരവസരവും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല സലഫികൾ വരുന്നതിന് മുമ്പ്. അപ്പം സലഫികൾ എന്നും മാർക്ക് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ്, മനസ്സിലാട്ടോ? അപ്പം നമ്മളെപ്പോഴും എന്താ ചെയ്യുന്നത്? പഠിക്കുന്നിടത്തെത്തി. അപ്പം പിന്നെ പഠിപ്പ് നിങ്ങൾക്കറിയോ? കോഴിക്കോട് സുലൈഖ കൊലക്കേസ് നടന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതേത് കൊല്ല? ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 78 കാലം, 77 അതിന് ഒരു കൊല്ലത്തിനുള്ള വ്യത്യാസമല്ലേ? ഞാൻ എന്നേക്കാൾ ഇളയതല്ല, അതുകൊണ്ടാണ്. അപ്പോൾ അവർ കത്തെഴുതാൻ കാരണം എന്താണല്ലോ? വഹാബികൾ എഴുത്തും വായനയും പഠിപ്പിച്ചു എന്നാണ് കാരണം പറഞ്ഞത്. ഇത് 78 ഇപ്പം 2016 പറയുമ്പോൾ കൊല്ലത്ര പിന്നിട്ടു. അന്ന് എഴുതിയത് എന്താ അറിയോ? ഇവള് രവിക്ക് കത്തയച്ചു, ആര്? സുലൈഖ. അപ്പം അന്ന് അവർ ഒരു കവിത എഴുതിയിട്ട് ആ കവിത ജനങ്ങളുടെ മുമ്പാകെ അങ്ങനെ വയല് അറിഞ്ഞ് നടക്കുകയാണ്. എന്താ? സുലൈഖത്തുനാ ഖദ് കതബത് ഖുതൂതൻ ഇലാ രവി
വഹൽ ദാക ഇല്ലാ മിൻ ശിറാറിൽ കിതാബത്തി. സുലൈഖത്തുന, നമ്മളെ സുലൈഖ. ആര് ഈ രവിൻ്റെ അയ്യാൾ കിടക്കണ പെണ്ണ്, അതാണ് നമ്മളെ സുലൈഖ. സുലൈഖത്തുന ഖദ് കതബത്ത്, അവൾ എഴുതിയില്ലേ, ഖുതൂതൻ ഇലാ രവി, രവിക്ക് കത്തെഴുതിയില്ലേ. വഹൽ ദാക്ക, അത് ഉണ്ടാകുമായിരുന്നോ, ഇല്ലാ മിൻ ശിറാറിൽ കിതാബത്തി, ഈ സലഫികൾ എഴുത്തും വായനയും പഠിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അത് ഉണ്ടാവുമായിരുന്നോ. എന്താ ഇതിവിടെ അടുത്ത ദൂരത്തുള്ള കാര്യമല്ലല്ലോ. നമ്മളെ സുലൈഖ കൊലക്കേസ് കേൾക്കാത്ത ആളുകൾ ഇപ്പോൾ ഈ ഇതിൽ കുറഞ്ഞ ആൾക്കാരെ ബാക്കി ഉണ്ടാവുള്ളൂ. അത് വലിയ പ്രമാദമായിരുന്നു. അതിൻ്റെ കാരണം കണ്ടെത്തിയത് ഇവരുടെ മനസ്സ് താറാറായതല്ല, മുജാഹിദീങ്ങൾ ഈ എഴുത്തും വായനയും പഠിപ്പിച്ചാണ്. അപ്പോൾ സലഫി പ്രസ്ഥാനത്തിൻ്റെ നേരെ ഇവർ ഇത്തരം അന്ധവിശ്വാസികളായി ജീവിക്കുകയാണെങ്കിൽ എക്കാലത്തും ഈ പൗരോഹിത്യത്തിന് ഒരുപാട് ലാഭം ഉണ്ടാവും. അതിനൊരു ചെറിയ ഉദാഹരണം, ഞാനിപ്പോൾ ഇത് എങ്ങനെ പറഞ്ഞ് ഒതുക്കിത്തരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും വേണ്ടിയില്ല, ഞാൻ ഒതുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമാണ്, നിങ്ങൾ അറിയേണ്ട വിഷയമാണ് കേട്ടോ. നമ്മൾ പിന്നെ വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങൾ എന്നുള്ളതിലേക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് പറയുന്നത് എന്താ, ഒരു ദിവസം 17 പ്രാവശ്യം അള്ളാഹിനോട് പറയും, പടച്ചോനെ ഞാൻ നിന്നോട് സഹായം തേടിക്കോളാം, അല്ലേ, നിന്നെ മാത്രം ആരാധിച്ചോളാം. ഇബാദത്താവുന്നു എനിക്ക് തരാം, സഹായം തേടലും നിനക്ക് തരാം, നിന്നോട് മാത്രം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇത് 17 പ്രാവശ്യം മുസ്ലിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ സഹായത്തേട്ടം എന്ന് പറയുന്നത് ഇബാദത്തല്ല എന്നും, അതാ സഹായത്തേട്ടം നമുക്ക് ആരോടുമാവാം. അങ്ങനെ പിന്നെ എന്ത് മതി, ഇലാഹാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മതി. ഒരു ഷർത്ത് കൊടുക്കുന്നതാണ്. മൊയ്തീൻ ഷേഖ് ഇലാഹാണെന്ന് വിശ്വസിക്കാണ്ടിരുന്ന സഹായം തേടാം. അങ്ങനെ അപ്പം നമ്മൾ കള്ളുടിക്കുമ്പോൾ ഇളഞ്ഞാന്ന് വിശ്വസിച്ചാൽ നമ്മൾ കള്ളുടിക്കുക. വിശ്വാസമാണുള്ള മെയിൻ പ്രശ്നം. എന്താന്ന് വിശ്വസിക്കുക. വ്യഭിചരിക്കുമ്പോൾ ഭാര്യ എന്ന് വിശ്വസിച്ചാൽ എല്ലാം ഇങ്ങനെ വിശ്വസിച്ചാൽ താറാറാവില്ലോ. ഞാൻ ഇയാളെ 2 എണ്ണം കൊടുക്കുക, എന്നിട്ട് പറയുക ഒഴിഞ്ഞു എന്നതാണെന്ന് വിശ്വസിക്കുക, അങ്ങനെ ഉണ്ടാവും. ഈ ജാതി പല തരികിടയിട്ടാണ് പിന്നെ വന്നത്. അപ്പം അള്ളാനെ മാത്രം ആരാധിക്കണം, അള്ളാനോട് മാത്രം സഹായം തേടണം എന്ന് 17 പ്രാവശ്യം, അല്ലേ. പടച്ചവനോട് പറയാണ്, പടച്ചവനെ ഞാനിതാ ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ്റെ നേരെ എൻ്റെ മുഖം ഞാൻ എന്താ തിരിച്ചിരിക്കുകയാണ്, അല്ലേ. ഹനീഫൻ, ഒരു വളവും വക്രതയുമില്ലാതെ, അല്ലേ. മുസ്ലിമൻ, സമ്പൂർണ്ണമായും അള്ളാഹുവെ നിനക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട്. മാ അനമിനൽ മുശ്രിക്കീൻ, ഞാൻ ബൗദ്ധ വിശ്വാസിയല്ല. ഇങ്ങനെ ആവർത്തിച്ച് പറയിപ്പിക്കുന്നൊരു കാര്യം. അള്ളാഹുവെ നിന്നോട് മാത്രമേ സഹായം തേടൂ. പക്ഷെ അള്ളാഹിനോട് മാത്രം സഹായം തേടുന്നവരല്ല മുസ്ലിങ്ങളെ കൂടുതലുണ്ടായിരുന്ന ആൾക്കാർ. മുസ്ലിങ്ങളെ കൂടുതലുണ്ടായിരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ അന്ന് തേടിയത് ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് നബിനോടാണ്. മുഹമ്മദ് നബിനോട് വല്ലാണ്ട് തേടിയിട്ടുണ്ടായിരുന്നു, അല്ലേ. നിങ്ങൾ കേട്ടില്ലേ മങ്കൂസ് മൗലൂദൊക്കെ, ഷറഫുല്ലന മൗലീദ്, അങ്ങനെ ഒരു മൗലീദ് തന്നെ 366 വകയാണ്. നിങ്ങൾക്ക് ഇവിടെ അസൻ സാഹിബുണ്ട്, അൽഹുദൻ്റെ മലയാളി, മൂപ്പരോട് ചോദിച്ചാൽ അറിയാം. നിങ്ങളെടുത്തില്ലേ 366 വക? അപ്പം നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ 366 അല്ല, ഇനിയിപ്പോൾ ഒരു 12 കയറ്റാലോ, വിരോധമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ 366 വകയിൽ ഒരു വകയാണ് ഞാൻ ഈ പറഞ്ഞ വക. ഏത് വക? മങ്കൂസ് മൗലൂദ്. അതിലൊക്കെ ഇങ്ങനെ പറയണെന്താ, മുഹമ്മദ് നബിയോട് നേരിട്ട് പറയാ, അൻത ഗഫാറുൽ ഖാതായ ലിദുനൂബിൽ മുബീഖാതി. അൻത ഗഫാറുൻ, മുഹമ്മദ് നബി അങ്ങ് പൊറുത്തു തരുന്ന ആളാണ്. എന്ത്? അൽ ഖാതായ, പാപങ്ങൾ. എങ്ങനത്തെ പാപം? അൻത ഗഫാറുൽ ഖാതായ ലിദുനൂബിൽ മുബീഖാതി. മൂബിഖത്ത് എന്താ? അല്ല പൊറുക്കപ്പെടാത്ത ഇജ്തനിബു അസ്സബഅൽ മൂബിഖാത്ത്, 7 നാശകരങ്ങളായ പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്ന് ഹദീസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അല്ലേ. അങ്ങനെയുള്ള നാശകരങ്ങളായ പാപങ്ങൾ പോലും നിങ്ങൾ ചെയ്താൽ മാപ്പ് തരുന്ന ആളാണ് ആര്? മുഹമ്മദ് നബി. അപ്പോൾ മുഹമ്മദ് നബിനോടായിരുന്നു ഒരു പ്രാർത്ഥന.
പിന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളിൽ സലഫി പ്രസ്ഥാനം അങ്ങനെ കടന്നു വരുന്ന കാലഘട്ടത്തിൽ മൊഹീദ്ദീൻ ഷേഖിനായിരുന്നു വലിയ പ്രാധാന്യം. കാരണം മൊഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഒരുപാട് റാത്തീബുകൾ ഉണ്ടായിരുന്നു. ഈ റാത്തീബുകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇത് റാത്തീബിലുള്ളത് നിങ്ങൾ അറിയാനുള്ള എന്താ റാത്തീബ്. അത് രണ്ട് തരം റാത്തീബുണ്ട്. ഒന്ന് കുത്തുള്ളത്, ഒന്ന് കുത്തില്ലാത്തത്. എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രിമിനൽ, ഒന്ന് സിവിൽ. കുത്തുള്ളത് ക്രിമിനലും കുത്തില്ലാത്തത് സിവിലാണ്. കുത്തില്ലാത്ത ചെല്ലിപ്പോവുള്ളൂ, കുത്തുള്ളത് അങ്ങനെയല്ല. അത് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് അള്ളാഹിനോടാണ് ദ്വാരക്ക ചെയ്യുക, ഈ പറഞ്ഞ ഔലിയാക്കന്മാരോടൊക്കെ കേട്ടോ. അപ്പം അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മൊഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ നേരിട്ട് ചോദിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകൾ ഈ മൗലീദുകളിൽ നമുക്ക് കാണാൻ കഴിയും, റാത്തീബുകളിലും കാണാൻ കഴിയും കേട്ടോ. അങ്ങനെ റാത്തീബുകളിലും മൗലീദുകളിലും കൃത്യമായ രൂപത്തിൽ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകൾ വന്നപ്പോൾ ആ പ്രാർത്ഥനകളെല്ലാം വളരെ അത്ഭുതകരമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം നേരിട്ടത്. വലിയ അത്ഭുതത്തോടുകൂട്ടാണ്. അവിടെ എന്താ അറിയോ, ഇതാ കേട്ടണോ, കുത്തുബിയത്തിൽ കേട്ടോളി. മൊയ്തീൻ ഷേഖിനോട് പറയാം, യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹിറന്നൽ അഅദാഇ ബിൽ മദദി. എന്താ പറഞ്ഞറിയോ, യാ സയ്യിദി സനദി, എൻ്റെ സയ്യിദേ, എൻ്റെ യജമാനരെ. ആരാ? മൊയ്തീൻ ഷേഖേ. യാ സയ്യിദി സനദി, സനദി എൻ്റെ അവലംബമേ, ഗൗസി എൻ്റെ സഹായമേ, വയാ മദദി എൻ്റെ രക്ഷകരെ. ആരെ രക്ഷകരെ? നമ്മളെ രക്ഷകരെ. ആ കേൾക്കണം, അതാണ് യാ സയ്യിദി സനദി ഗൗസി വയാ മദദി. ഇതൊക്കെ ബാപ്പ മരിച്ച മൂന്നിൻ്റെ അന്നത് ചെല്ലുമ്പോണ്ടല്ലോ, ഉലുവാനും കുന്തിരിക്കൊക്കെ പുകയിച്ച് ചെല്ലുമ്പം ബാപ്പം മരിച്ചോൻ്റെ മോനുണ്ടല്ലോ, ചില്ലറ തക്കുവല്ല കയറുക, ഹോൾസെയിൽ കയറും. അതിങ്ങനെ കേൾക്കുമ്പോൾ അത് മുസ്ലിയാക്കന്മാർ നല്ല ഈണത്തിലിങ്ങനെ യാ സയ്യിദ് ബോംബ് വിചാരിക്കഎന്താ, ബാപ്പക്കെന്തോ ഖബറിൽ ഇപ്പം എന്തോ കാര്യമായിട്ട് കിട്ടാൻ പോണ ഒരു പരിപാടി അതല്ലേ, ഇതെന്താ ചോദിക്കുന്നോന്നറിയില്ലോ. മനസ്സിലായോ? ഇതിൻ്റെയൊക്കെ അർത്ഥം ജനങ്ങളുടെ മുമ്പിൽ ആദ്യമായി കേൾപ്പിക്കപ്പെട്ട പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം. അതിന്നും അപങ്കുരം തുടരുന്നു, ഒരു മടിയും കൂടാതെ വിശദീകരിക്കുന്നു എടാ. യാ സയ്യിദി സനദി, എന്താ അർത്ഥം? യാ സയ്യിദി എൻ്റെ യജമാനരെ, പിന്നെ സനദി എൻ്റെ അവലംബമേ, പിന്നെ ഗൗസി എൻ്റെ സഹായമേ, വയാ മദദി എൻ്റെ രക്ഷകരെ, കുല്ലി ലഹീറൻ, കുൻ ലീ ലഹീറൻ, എനിക്ക് ആരാകണം? സഹായിയാകണം. എപ്പോ? അലൽ അഅദാഇ ബിൽ മദദി, ശത്രുക്കൾ എന്നെ ആക്രമിക്കുമ്പോൾ മൊഹീദ്ദീൻ ഷേഖേ നിങ്ങൾ ആരാവണം? എൻ്റെ സഹായിയായി മാറണം. കുത്തുബിയത്തിലെ വരിക. കുത്തുബിയത്തിലെ മറ്റൊരു വരി കേട്ടോളൂ. മൊഹീദ്ദീൻ ഷേഖിൻ്റെ അതേ കുത്തുബിയത്ത്, ഇവിടെയൊക്കെ കുത്തുബിയത്ത് വിശദീകരണം ഉണ്ടാവും കേട്ടോ. ആ പുതിയ സലഫികൾക്ക് ഇതൊന്നും അറിയില്ല, അതുകൊണ്ട് പുതിയ സലഫികൾക്ക് ഒന്നും കൂടി കേൾപ്പിക്കുകയാണ് എങ്ങനെ വന്ന വഴിയിൽ എന്തുകൊണ്ട് നമ്മളോട് ഇത്രയും വലിയ ശത്രുത വന്നു കേട്ടോ. കാരണം ഇതൊക്കെ അവരുടെ എന്താ നിങ്ങൾ പറഞ്ഞ പള്ളക്കടിയാണ്, ചില്ലറ അടിയൊന്നല്ല അടിച്ചത്, നല്ല കൊറ്റല്ലേ. നിങ്ങൾ കേട്ടില്ലേ മൂല്യന്മാരൊക്കെ കഴുത്തിൻ്റെ വണ്ണം, തൊടൻ്റെയും കാലിൻ്റെയും ഒക്കെ വണ്ണം ഇപ്പോഴും അങ്ങനെ തന്നെ. കാരണം അധികം നയിക്കാത്ത തടിയാണ്, പിന്നെ നല്ല തീറ്റിയാണ് കേട്ടോ. അങ്ങനെ തിന്നണ ഒരു സാധനം കൂടി കേട്ടോളി. വനജ്ജിനി മിൻ ലളാ ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ല വലിയ്യിൻ മുഹിയദ്ദീനി. നജ്ജിനി മിൻ ലളാ ഫിഹാ മഹാലികുഹു, നരകത്തിൻ്റെ ലളണ്ടല്ലോ, ജ്വാല, നരകം കത്തിജ്വലിക്കുമ്പോൾ അതിൻ്റെ നാശത്തിൽ നിന്ന് നജ്ജിനി, മൊഹീദ്ദീൻ ഷേഖേ നിങ്ങൾ എന്നെ രക്ഷിക്കണേ. കാരണം സുൽത്താന കുല്ല വലിയ്യിൻ മുഹിയദ്ദീനി, എല്ലാ വലികളുടെയും സുൽത്താനാണങ്ങ്, നേതാവാവും, അമീറാണ്, രാജാതിരാജനാണ്. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ നരകത്തുനിന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? കുത്തുബിയത്തിന് എതിർത്തു. എതിർക്കുമ്പോൾ എന്തുണ്ടാവും നിങ്ങൾക്ക് ആലോചിച്ചറിയാലോ. സലഫികൾ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു?
മുസ്ലിങ്ങൾക്കിടയിൽ ഇത്രമാത്രം അന്ധവിശ്വാസത്തിലൂടെ ജീവിക്കാൻ പുരോഹിതന്മാർ ശ്രമിക്കുമ്പോൾ അതിൻ്റെ നേരെ അതിശക്തമായ രൂപത്തിൽ വിശുദ്ധ ഖുർആനും തിരു സുന്നത്തും ഉപയോഗിച്ചത് ശരിയല്ല എന്ന് പഠിപ്പിക്കാൻ ആകെ ഒരു പ്രസ്ഥാനമേ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. അതാണ് സലഫികൾ. പക്ഷെ ആ സലഫികൾ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ച് കുറഞ്ഞ് വരികയാണ്. ചിലവരെ വിചാരം എന്താ വെച്ചാൽ അതൊക്കെ നമുക്കറിയാം. നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾക്കൊന്നും അറിയാത്ത കുറേ എണ്ണം ഇങ്ങോട്ട് കയറിയപ്പോഴാണ് ഇത് ഇനി എന്താ കാട്ടൻ്റെയും ചെയ്യാണ്ടായിപ്പോയത് കേട്ടോ. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ മുഴുവനും ജനങ്ങളുടെ മുമ്പിൽ വെച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ലല്ലോ, അറിയാലോ. ഖുർആൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്താ? ഏറ്റവും വലിയ സന്ദേശം ഞാനൊരു 2 ആയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരാം കേട്ടോ. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അള്ളാഹനെ കൂടാതെ ദുആ ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ. നിങ്ങൾ ആരോട് വിളിച്ച് പ്രാർത്ഥിച്ചാലും, ബദരീങ്ങളായാലും അമ്പർത്തങ്ങളായാലും മൊയ്തീൻ ഷേഖായിരുന്നാലും ഏത് ഹോജാക്കന്മാരോട് നിങ്ങൾ ദുആ ചെയ്താലും ആ ഹോജാക്കന്മാരുടെ സ്ഥിതി അല്ലാഹ് പറയുന്നു, മായംലികൂന മിൻ ഖിത്മീർ. അവർ ഒരു കാരക്കയുടെ കുരുവിൻ്റെ മുകളിലുള്ള ഒരു പാടയുണ്ട്. കാരക്ക കുരുവിനെ കൃമികൾ ആക്രമിക്കാതിരിക്കാൻ അള്ളാഹു വളരെ നേർത്തൊരു പാട കൊടുത്തിട്ടുണ്ട്. ആ പാട പോലും, അത്ര സൂക്ഷ്മമായ ഒരു പാടക്ക് പോലും അധികാരമുള്ളവരല്ല നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളും തന്നെ. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആരോട് വിളിച്ച് പ്രാർത്ഥിച്ചാലും ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടൂല. വലൗ സമിഉ, വാദത്തിന് വേണ്ടി നിങ്ങൾ അവർ കേൾക്കുമെന്ന് പറഞ്ഞാൽ തന്നെ. കാരണം ചില സന്ദർഭങ്ങളിൽ മരിച്ചോൽക്കായിരിക്കും നമ്മളെക്കാൾ കേൾക്കുക. അതെങ്ങനെ വെച്ചാൽ അത് മനസ്സിലായി എങ്ങനെയാന്ന്. ബദറിൽ പൊട്ടൻകിണറ്റിൽ ആ അഹ്ലുൽ ഖലീബിലേക്ക് നോക്കി നബി ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ നല്ലോണം കേൾക്കുന്നില്ലേ? എന്താ ഇപ്പോൾ കേട്ടത്? പുറത്തേക്ക് നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ മരിച്ചോൽ കേട്ട എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത ആഖിറമുണ്ടെന്ന് അവരല്ലേ കേൾക്കുന്നത്, അവിടെ ശിക്ഷയുണ്ടെന്ന് അവരല്ലേ അറിയുന്നത്. മനസ്സിലായില്ല? മരിക്കാത്ത നമുക്കിപ്പോൾ അറിയില്ല അവിടെ. അത് നബി അവരോട് ചോദിച്ചു. അപ്പം നമ്മൾ ആൾക്കാർ പറയുകയാണെന്ത്? കേൾക്കും എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹ് പറയാണ്, അങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു, മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്കൊരു ഉത്തരവും തരില്ല കേട്ടോ. തരില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് നിർത്താതെ അള്ളാഹു പറയുന്നു, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ഷിർക്കുണ്ടല്ലോ, അതവർ പരലോകത്ത് വെച്ച് നിഷേധിക്കും കേട്ടോ. ഈ ഔലിയാക്കന്മാർ നിഷേധിക്കും. നമ്മൾ പറഞ്ഞിട്ടില്ല. മൊയ്തീൻ ഷേഖിനോട് പറഞ്ഞോ? ആരെങ്കിലും പറയുന്നുണ്ടോ മൊയ്തീൻ ഷേഖിൻ്റെ കിതാബിൽ ഇങ്ങനെ പറഞ്ഞെന്ന്? പറയുന്നില്ലല്ലോ, ഇല്ല. അവർ നിഷേധിക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഈ വിവരം നിനക്ക് സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ പോലെ മറ്റാർക്കും തരാൻ കഴിയില്ല കേട്ടോ. സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹ് പറയാണ്. അതുകൊണ്ട് അത്ര സൂക്ഷ്മമായി പറഞ്ഞത് സൂറത്ത് ഫാത്തിറിൽ അള്ളാഹ് പറയാം. ഇനിയോ, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരോട് വിളിച്ച് പ്രാർത്ഥിച്ചാലും അത് ഏത് സൃഷ്ടിയോടായിരുന്നാലും, ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള സൃഷ്ടികളാണവർ, നിങ്ങളെപ്പോലുള്ള അടിമകളാണവർ. അള്ളാഹുവിൻ്റെ ബദരീങ്ങൾ അള്ളാഹിൻ്റെ അടിമയാണ്, മൊയ്തീൻ ഷേഖ് അള്ളാഹിൻ്റെ അടിമയാണ്, റിഫായ് ഷേഖ് അള്ളാഹിൻ്റെ അടിമയാണ്. ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലത്തെ ഇബാദുകളാണ്. അതുകൊണ്ട് ഫദ്ഊഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ഫൽ യസ്തജീബൂ ലക്കും, അവർ നിങ്ങൾക്കൊന്ന് ഉത്തരം തരട്ടെ. തരില്ല എന്നുള്ള അർത്ഥമില്ല കേട്ടോ. തരട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാ, ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. സൂറത്ത് അൽ-അറാഫ്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അല്ലാഹനെ കൂടാതെ നിങ്ങൾ ദുആ ചെയ്യുന്ന ആരായിരുന്നാലും ലാ യസ്തതിഊന നസ്റക്കും, നിങ്ങളെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല കേട്ടോ. വലാ അൻഫുസുഹും യൻസുറൂൻ, അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ കഴിയില്ലട്ടോ. സൂറത്ത് അൽ-അറാഫ്. വിശുദ്ധ ഖുർആന്റെ തുരുതുരുള്ള ആയത്തുകൾ സലഫി പണ്ഡിതന്മാർ, സലഫികളെ എതിർക്കുന്ന ആളുകളുടെ മുമ്പിൽ തുരുതുര ഓതിയിട്ടങ്ങട്ട്. അപ്പം സുന്നികൾ പറഞ്ഞു തുടങ്ങി, മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്തുതാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നമ്മളെ നേരെ ഓതുകയാണ്. അപ്പം നമ്മളെ ആൾക്കാർക്ക് തോന്നി അതും ശരിയാണല്ലോ,
ഇത് സൂറത്ത് മക്കിയാണല്ലോ. എന്നിട്ട് നമ്മളോട് പറയുകയാണെന്ത്, ഖുർആനിലൊന്ന് പരിശോധിച്ച് നോക്ക്, സൂറത്ത് മക്കിയ എന്നത് നിനക്ക് കാണാം, അത് മക്കക്കാരോട് പറഞ്ഞതാണ്. ഖുർആനിൽ മക്കിയ മദനിയ അല്ലാണ്ട് കാലിക്കൂട്ടിയല്ല, മലപ്പുറയ്യ അതില്ല, തൃശ്ശൂരിയ, എറണാകുളിയ, അങ്ങനെ ജില്ലാ അടിസ്ഥാനത്തിൽ ആയത്തിറങ്ങിയില്ല. അത് ഓരോ ജില്ലക്കാർക്ക് അല്ലെങ്കിൽ പഞ്ചായത്തുകാർക്ക് അങ്ങനെ ഇറങ്ങില്ല. ഖുർആൻ ഒന്നങ്ങോട്ട് ഇറങ്ങും, അത് ലോകത്തിലുള്ളതാ അല്ലേ? മുഹമ്മദ് നബി ആർക്കുള്ളതാ? ലോകത്തിലുള്ളതല്ലേ? ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമായിട്ടാണ് മുഹമ്മദ് നബിനെ അയച്ചത്. മുഹമ്മദ് നബിക്ക് ഇറക്കിയ ഗ്രന്ഥവും ലോകത്തിനുള്ളതാ, അല്ലാണ്ട് മക്കൾക്കാർക്കും മദീനക്കാർക്കും ഉള്ള ദീൻ പഠിക്കാനുള്ളതല്ല. അപ്പോൾ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ മുമ്പിലാണ് നമ്മൾ എന്ത് ചെയ്തത്? എന്നെ ബല്ലേന്നിലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂട ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. ബല്ല നിലത്തിന്ന് മൊയ്തീൻ ശേഖനെ വിളിച്ച് പ്രാർത്ഥിച്ച ഉത്തരം പെട്ടെന്ന് തരാമെന്ന് മൊയ്തീന്മാരുണ്ടല്ലോ. അപ്പം ഇത് ഖുർആനെതിരല്ലേ? അപ്പോൾ അതിലൊരു മൊയ്ലിയർക്ക് ഒരു സംശയം തോന്നി, അത് മുജാഹിദീങ്ങൾ പറഞ്ഞത് ശരിയല്ലേ എന്ന്. ഒരു മൊയ്ലിയർക്ക് ഇത് പിന്നെ അയിലക്കാട് വലിയുല്ലാഹി റാ ജീവിത ചരിത്രമാണ് അയിലക്കാടിൻ്റെ. അവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും, ഇവിടുത്തെ പറമ്പിൽപ്പള്ളി ജാറം മുതൽ എല്ലാത്തിൻ്റെയും മലക്കൂത്തുള്ള ആളാണ്, അധികാരമുള്ള ആളാണ് ഈ പറഞ്ഞ ആൾ. അദ്ദേഹം ഒരു ദിവസം വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്ക് വായ് കൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ എന്ന മൊഹീദ്ദീൻ മാലയിലെ വരി, ഇത് ഈ വിഷയത്തിൽ ഇത് ശരിയാണോ എന്ന കാര്യത്തിൽ നമ്മളുടെ ഒരു പണ്ഡിതനായ മുസ്ലിയാർക്ക് സംശയമായി. അതായത് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാർക്ക് ഈ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ ആയത്തൊക്കെ കേട്ടപ്പോൾ ഇത് ശരിയാണോ എന്ന് ഓൽക്കൊരു സംശയം, ആർക്ക്? മുഹമ്മദ് മുസ്ലിയാർക്ക്. അപ്പോൾ നമ്മളെ പഴുതന ഉമ്മറാജി ഉണ്ട്, അതായത് ഈക്കൻ്റെ ഏട്ടെ കേട്ടോ. ഇനി ഉമ്മറാജി പഴുതന എന്നൊക്കെ കേട്ടിട്ട് കേൾക്കട്ടെ വല്ല പുഴുന്നകം കുത്തിയേറ്റാണ് അല്ല. അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ മുഹമ്മദ് മുസ്ലിയാർക്കാണ് സംശയം, മൊയ്തീൻ ഷേഖ് ഉത്തരം തരുമോ ഇല്ലേന്ന് കേട്ടോ. ഈ സംശയം തൻ്റെ അഭിവന്യ ഷെയ്ഖായ ഉമറുൽ ഖാദിരിയോട് പറഞ്ഞു. അപ്പോൾ ഉമറുൽ ഖാദിരി പറഞ്ഞു, നിൻ്റെ സംശയം തീരും ഇൻഷാ അല്ലാഹ്, ഞാൻ പറഞ്ഞു തരുന്ന ചില വിർദുകൾ, ചില പ്രാർത്ഥനകൾ നീ പതിവായി ചൊല്ലുക. ഷെയ്ഖിൻ്റെ ആജ്ഞ പ്രകാരം മുസ്ലിയാർ അന്നു മുതൽ തന്നെ ദിക്റുകൾ ചെല്ലാൻ തുടങ്ങി. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയിക്കാൻ പോവുക. മൊയ്തീൻ ഷേഖിൻ്റെ മാലേ, ഖുർആനല്ല. കേട്ടോളി. ഒരു ദിവസം രാത്രി സമയം, ഇത് നല്ല കേൾക്കണം, ഇത് ഖുർആൻ കേൾക്കണേക്കാൾ കേൾക്കണം, കാരണം ബയ്യ് കടാജി ഇതിലും വലിയൊരു ബയ്യ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഒരു ദിവസം രാത്രി സമയം, പാതിരാവോടടുത്തിരിക്കുന്നു. മുസ്ലിയാരും ഷെയ്ഖുനയും ഉറങ്ങിയിട്ടില്ല. മുസ്ലിയാരും ഉറങ്ങിയില്ല, ഷെയ്ഖുനയും ഉറങ്ങിയില്ല. അവർ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയാണ്. പെട്ടെന്ന് മുഹമ്മദ് മുസ്ലിയാരേ എന്ന് ആരോ പുറത്തുനിന്ന് വിളിക്കുന്നതായി തോന്നി. അവർക്ക് നമ്മൾ സംശയമുള്ള മൊയ്ലിയർക്ക് മുഹമ്മദ് മുസ്ലിയാരേ എന്ന് പെട്ടെന്ന് വിളിക്കുന്നതായിട്ട് മൂപ്പർക്ക് തോന്നി. കൂരിയിട്ടുള്ള രാത്രിയിൽ ഈ സമയത്ത് ആരാണ് എന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് മുസ്ലിയാർ പുറത്തു വന്ന് നോക്കുമ്പോൾ പച്ച വസ്ത്രം ധരിച്ച് മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് സുന്ദരനായ മനുഷ്യൻ തൻ്റെ അരിമ പല്ലുകൾ വെളിവാക്കി മധുരം കനിയുന്ന ശൈലിയിൽ മുസ്ലിയാരെ അടുത്തേക്ക് വിളിക്കുന്നു. അടാ പച്ചപ്പുറപ്പാണ്, അത് പിന്നെ സിമ്പലാണല്ലോ. അപ്പോൾ ഇതാരാണ് റബ്ബേ? ആര്? മൊയ്ലിയർ. 14-ാം രാവ് പ്രശോഭിക്കുന്നത് പോലെ ആ മനുഷ്യനെ കണ്ട് മുസ്ലിയാർ അത്ഭുതപ്പെട്ടു. ആഗതൻ മുസ്ലിയാർക്ക് സലാം ചൊല്ലി, വന്ന പച്ചപ്പുറപ്പുകാരൻ സലാം ചൊല്ലി. മുസ്ലിയാർ സലാം മടക്കി. ആ അഭിവന്യ പുരുഷനെ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ച്. കാരണം മുഹമ്മദ് നബിക്ക് വഹി വന്നപ്പം ജിബ്രീൽ അലൈഹി ഇസ്ലാം അത് ചെയ്തിട്ട് കെട്ടിപ്പിടിച്ചിട്ട് വഹി സന്നിവേശിപ്പിച്ചതാണല്ലോ, അതേപോലെ ഇയാളെ കെട്ടിപ്പിടിച്ച് ഈ മുഹമ്മദ് മുസ്ലിയാരെ. അങ്ങനെ വരൂ, നമുക്ക് പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാം. ആരോട് പറഞ്ഞു? ഈ അന്തിപ്പാലാക്കെ, ഈ പച്ച പാതിരാക്ക് നമുക്കൊന്ന് മൊയ്തീൻ ഷേഖിൻ്റെ അല്ല പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാം. അന്തിപ്പാലാക്ക് പോവുകയാണ്. അങ്ങനെ ആഗതൻ മുസ്ലിയാരെ ക്ഷണിച്ചു. മറ്റൊന്നും ചിന്തിക്കാതെ മുസ്ലിയാർ, വേറൊന്നും ചിന്തിക്കില്ലല്ലോ, ഇതിൽ എഴുതിയതാട്ടോ വായിക്കുന്നത്. മറ്റൊന്നും ചിന്തിക്കാതെ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ കൂടെ പുറപ്പെട്ടു. കൂരിട്ടിനെ കീറി മുറിച്ചുകൊണ്ട് അവർ നടന്നു നീങ്ങി.
മുസ്ലിയാർക്ക് എന്തെന്നില്ലാത്ത നവോന്മേഷം. ലൈഫ് ബോയ് തേച്ചതാ. അപ്പോൾ എന്തെന്നില്ലാത്ത നവോന്മേഷം. പെട്ടെന്ന് അവർ പൊന്നാനി ജാറത്തിലെത്തി കേട്ടോ. അയിലക്കാട് നിന്ന് പെട്ടെന്ന് തന്നെ പൊന്നാനി ജാറത്തിലെത്തി. ഇനിയാണ് കട തുടങ്ങുന്നത്. അങ്ങനെ രണ്ടുപേരും എവിടെ എത്തി? പൊന്നാനിയിലെത്തി. അപ്പോഴോ ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം അഭിവന്ദ്യ പുരുഷൻ മുസ്ലിയാരോട് പറഞ്ഞു, നമുക്കിനി ജിദ്ദയിലേക്ക് പോകാം. ഇവിടത്തെ പൊന്നാനി എയർപോർട്ടൊന്നുമില്ലല്ലോ. നമുക്കിനി ജിദ്ദയിലേക്ക് പോകാം. കേൾക്കണം നിങ്ങൾ, ഈ ആൾക്കാരുടെ ഇടയിലെ ഈ സലഫി പ്രസ്ഥാനം പോണത് എടാ. നമുക്കിനി ജിദ്ദയിലേക്ക് പോകാം. ഇത് നിങ്ങൾ വിചാരിക്കേണ്ടത് ചെറിയ ബുക്കൊന്നല്ല എടാ. ഇത് വലിയ വലിയ സുന്നത്ത് ജമാഅത്തിൻ്റെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ അവതാരിക എഴുതിയ ബുക്കാത്. അപ്പോൾ ഇനി നമുക്ക് ജിദ്ദയിലേക്ക് പോകാം. മുസ്ലിയാർ സസന്തോഷം സമ്മതിച്ചു. മുമ്പരൊക്കെ പോവുമല്ലോ, എന്തെങ്കിലും കിട്ടാൻ കാത്തിക്കുകയല്ല പോകാൻ. അങ്ങനെ സമ്മതിച്ചു. പെട്ടെന്ന് ആഗതൻ ഒരു വർണ്ണപ്പക്ഷിയായി പറന്നുയർന്നു. വന്ന ആൾ പെട്ടെന്ന് തന്നെ നബിൻ്റെ ബുറാക്കില്ലേ, അതായിട്ട് മാറുകയാണ്. പെട്ടെന്ന് പറന്നുയർന്നു വന്ന ആൾ. അപ്പോഴോ ഒപ്പം മുസ്ലിയാരും. പ്ലെയിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഡില്ലുകൾ ഒരു വണ്ടി വന്ന് നിൽക്കുന്നു. മൊയ്ലിയാരും ഒപ്പം പറന്നുയരുകയാണ്. ഒപ്പം മുസ്ലിയാരും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. പറക്കാനുള്ള കഴിവ് എങ്ങനെ കിട്ടിയെന്ന് മുസ്ലിയാർക്ക് അറിയില്ല. അത് തന്നെയുള്ള കരാറു. ഇതെങ്ങനെ പറക്കാനുള്ള കഴിവ് കിട്ടിയെന്ന് മുസ്ലിയാർക്കറിയില്ല. മരുഭൂമികളും മലമേടുകളും പിന്നിലാക്കി ഇരുവരും പറക്കുകയാണ്. രസകരമായ സവാരിയിൽ ആനന്ദാതിരേകത്താൽ മുസ്ലിയാർ അള്ളാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, അതെങ്കിലും അള്ളാഹ്ക്ക് കൊടുത്തല്ലോ എടാ. ഭയങ്കരമായിട്ട് പോവുക. എന്ത് സ്പീഡിലാണ് പോകുന്നത് അറിയാം, ഇന്ധനമൊന്നുമില്ല. അങ്ങനെ അവർ അനേകം മൈലുകൾ പിന്നിട്ടു. ഇപ്പോൾ കടലിന് മീതെയാണ്. അതിനാണല്ലോ പറക്കുക പ്ലെയിന്. നിലത്ത് വീണാൽ തന്നെ വെള്ളത്തിൽ കാവാലേ. ഇപ്പം ഒന്ന് വീണിട്ട് തിരഞ്ഞെടുക്കണില്ലേ ആഴക്കടലിൽ. അപ്പോൾ ഇപ്പോൾ കടലിന് മീതെയാണ് പറക്കുന്നതെന്ന് മുസ്ലിയാർക്ക് ബോധ്യമായി. അഭിവന്യ പുരുഷൻ കൂടെയുള്ളത് കൊണ്ട് മുസ്ലിയാർക്ക് ഒട്ടും ഭയമില്ല. ഇതുവരെ ധാരാന്ന് തന്നെ അറിയില്ലേ, കെട്ടിപ്പിടിച്ചെല്ലാം അറിഞ്ഞതാ. അപ്പോട്ടെ, അത്യാധുനിക സജ്ജീകരണങ്ങളോട് പെൻസിലുള്ള യാത്രയേക്കാൾ സുഖകരമായിട്ടാണ് മുസ്ലിയാർക്ക് ഈ യാത്ര അനുഭവപ്പെട്ടത്. ഗൾഫ് എയറിനേക്കാളും ഭയങ്കര സന്തോഷമാണല്ലോ. ഗൾഫ് എയറിലുള്ളതിനേക്കാൾ നല്ല ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ടാവേ. പ്ലെയിനൊക്കെ പറന്നു കയറുന്നപ്പോൾ നമ്മളൊക്കെ ബെൽറ്റൊക്കെ ഇടണമല്ലോ. പ്ലെയിൻ ഇതാവൊന്നും വേണ്ടല്ലോ, ചോദ്യമില്ലല്ലോ കഥയിൽ. അങ്ങനെ ബെൽറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ചോദിച്ചാലോ വലിയവരോട്. ഈ ജാതി വഹാബിസം ചോദിക്കരുത്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. സന്തോഷകരമായി എയർലൈൻസ് പോവുകയല്ലേ. അങ്ങനെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഏത് ഇനിയാണ് അത്ഭുതം കേൾക്കട്ടെകൾ. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കൂടെയുള്ള മഹാത്മാവിനെ മുസ്ലിയാർ കാണുന്നില്ല. ഇഞ്ചിൻ പോയി. പ്ലെയിനിൻ്റെ ഇഞ്ചിൻ മുകളിൽ വെച്ച് താറാറായി. സാധാരണ കാണില്ല കേട്ടോ. മുസ്ലിയാർ കാണുന്നില്ല. യാത്രയുടെ നിയന്ത്രണം പെട്ടെന്ന് താറുമാറായി. മറ്റേ ആളില്ല, ഇയാളെ കഥ കഴിഞ്ഞില്ലേ. യാത്രയുടെ നിയന്ത്രണം പെട്ടെന്ന് താറുമാറായി. മുസ്ലിയാർക്ക് പറക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടത് പെട്ടെന്ന് ഉറപ്പായി. ആർത്തിരമ്പുന്ന ഈ അജ്ഞാത സാഗരത്തിൽ നിപതിക്കുമെന്ന് മുസ്ലിയാർക്ക് പൂർണ്ണബോധ്യമായി. മുസ്ലിയാർ കുഴഞ്ഞു കുഴഞ്ഞ് താഴേക്ക് വരുന്നു. ഗത്യന്തരമില്ലാതെ ഭയാനകമായ അവസ്ഥയിൽ മുസ്ലിയാർ വിലപിച്ചു, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, ഈ മരണവക്രത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. ഞങ്ങൾ മക്കയിലെ മുശ്രിക്കുകൾ പോലും فإذا ركبوا في الفلك دعوا الله مخلصين له الدين. നിഷ്കളങ്കമായി ഇക്രിമത്ത് പോലും, അബൂജാഹിലിൻ്റെ മോനാണ് ഇക്രിമത്ത്, അത് ഈ മൊയ്ലിയേക്കരേക്കാൾ നന്ന്. കപ്പലിന് കാറ്റും കോളും സംഭവിച്ചപ്പോൾ മക്കയിലെ മുശ്രിക്കുകളെല്ലാവരും മക്കം 10 അന്ന് മുഹമ്മദ് നബിനെ പേടിച്ച് പോയതേ. ഇനി നമ്മൾ പോവുകയാണ്, നാളിട്ട് പോവുക, നിങ്ങളേതായാലും ഇസ്ലാം എടുത്തോളി, നമ്മൾ പോവുകയെന്ന് പറഞ്ഞ് പോയതേ. അവിടുന്ന് കാറ്റും കോളും ബാധിച്ചപ്പോൾ അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരും കൂടി പടച്ചോനേന്ന് വിളിച്ചപ്പോൾ അബൂജാഹിലിൻ്റെ മോന് ഇക്രിമത്ത് ചോദിച്ചു, ഇത് തന്നെയല്ലേ മുഹമ്മദ് നബി അവിടുന്ന് കരയെന്ന് പറഞ്ഞത്? അതനുസരിക്കായിട്ടല്ലേ ഇപ്പം ഇങ്ങോട്ട് പോകുന്നത്? പിന്നെ നിങ്ങളിപ്പോൾ ഇവിടുന്ന് എന്തിനാ പടച്ചോനെ വിളിച്ചത് എന്ന് ആര് ചോദിച്ചു? അബൂജാഹിലിൻ്റെ മോന്. അത്രയും വിവരമില്ലേറ്റ് ഞങ്ങൾക്ക്. അബൂജാഹിലിൻ്റെ മോനാ ചോദിച്ചത്. അങ്ങനെ അബൂജാഹിലിൻ്റെ മോന് ഇക്രിമത്ത് മുസ്ലിമായി. അങ്ങനല്ലേ കുറേ സുന്നി മൊയ്ലിയന്മാർ മുസ്ലിമായി വരുന്നത് ഇതിലേക്ക്.
എത്ര മൗലവിമാർ കേട്ടോ. അങ്ങനെ അദ്ദേഹം അത് ചോദിച്ചില്ലേ, നിങ്ങൾ അവിടുന്ന് അള്ളാഹ്ക്ക് മാത്രമേ രക്ഷിക്കാൻ കരയെന്ന് കഴിയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പം നമ്മളിട്ട് പോകുന്നത്. ഇപ്പം ഇവിടെ കാറ്റും കോളും ഒക്കെ ഇളകിയിട്ട് കപ്പൽ മറിയാൻ പോകുമ്പോൾ നിങ്ങൾ ദഅവുല്ലാഹ മുഖ്ലിസീൻ, നിഷ്കളങ്കമായിട്ട്. മൊയ്ലിയാർ പറഞ്ഞെന്താ അറിയോ, മുസ്ലിയാക്കന്മാർ പറയാ നിഷ്കളങ്കല്ല, ഓല് വെറുതെ നാവുകൊണ്ട് പറഞ്ഞാൽ അങ്ങനല്ല ഉറുകാൻ പറഞ്ഞത്. മുഖ്ലിസീന ലഹുദ്ദീൻ, സമ്പൂർണ്ണമായും അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചു എന്നാ പറഞ്ഞത് കേട്ടോ. അതാ മുശ്രിക്കുകളുടെ സ്വഭാവം. ഇവിടെ നമ്മളെ മൊയ്ലിയാരോ നമുക്ക് ഷെയ്ഖ് മൊഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ വിളിച്ചു. അദ്ദേഹം മരണ വിളിയല്ലേ വിളിച്ചത്. അപ്പോഴോ ഇതിപ്പോൾ എന്തിനാ അറിയാം എനിക്ക് ഈ വിളി, ഇതെന്തിനാ യാത്ര എന്ന് മനസ്സിലായോ? വല്ലേ നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂട ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന വരിയിൽ നമ്മളെ മുഹമ്മദ് മുസ്ലിയാർക്ക് സംശയം ഉണ്ടായിട്ട് കൊണ്ടായതാ. മിറാജിന് പോവുകയാണ്, മിറാജിൽ നിന്നാ പോയിട്ട് നമുക്ക് നോക്കി എന്താ ഉണ്ടായത് മുഴുവൻ കേൾക്കണല്ലോ നിങ്ങൾ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വിളി നടന്നു എന്ന് അദ്ദേഹം അട്ടഹസിച്ചു. വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്ക് വായു കൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ എന്ന ഈരടികൾ ഉരുവിട്ടുകൊണ്ട് മൂപ്പരിങ്ങനെ ഇറങ്ങുമ്പോഴേ മൂപ്പര് പാട്ട് പാടുക. മൂപ്പരെന്താ എസ്കേപ്പ് ഒറ്റക്കാടോ? ഇതിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴേ വല്ലേ ദില്ലെത്തിന്നും എന്നെ ആരോടാ നിങ്ങൾ ഈ ജാതി ബിടലൊക്കെ വിട്ടുവിട്ടവർക്ക്? ഈ ജാതി നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ പ്രസംഗം കേട്ടിട്ട് നിക്കപ്പുറത്തില്ലാണ്ട എത്തരണ സെൽഫികളായത്. ഒരൊറ്റ സെൽഫി അങ്ങോട്ട് പോകില്ലോ. പിന്നെ ചില കുൽഫികൾ അതെന്തെങ്കിലുമൊക്കെ ആവും. അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അതെന്താ കാരണം വെച്ചാൽ അത് പല മനുഷ്യന്മാർക്കുണ്ടാവുമല്ലോ കുറേ കഴിയുമ്പോൾ ഒരാഗ്രഹം നേതാവാകാനും വലുതാകാനും ഒക്കെ. അപ്പം ഞാനൊക്കെ വിചാരിക്കുക, ഞാനൊക്കെ ഏകദേശം ഒരു 40 കൊല്ലത്തോളം ഇതിൻ്റെ അയ്യാൽ നടക്കുന്നത്. ഇന്നൊന്നും ആക്കണില്ല ബല്. അതുകൊണ്ട് ഞാനൊന്നൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നോക്കട്ടെ. 10 ആളെ എനിക്കും കിട്ടുമല്ലോ. ഇവിടെ ഏത് ആൾക്കും കിട്ടും 10 ആളെ അല്ലേ? പിന്നെ 10 ഓൻ്റെ കുട്ടികൾ, ഓൻ്റെ പെണ്ണുങ്ങളും ഓൻ്റെ മരുമക്കളൊക്കെ പറ്റുണ്ടാകുമ്പോൾ ആ കുട്ടികളും കിട്ടുമല്ലോ. അങ്ങനെ എല്ലാവർക്കും ഇപ്പം ടെഫ്റ്റ് അസോസിയേഷൻ പ്രസിഡൻ്റുള്ള കാലമാണ്. ഏത് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നിട്ടേ പോലീസ് SIനോട് പറയും, സർ ഞാൻ ടെഫ്റ്റ് അസോസിയേഷൻ പ്രസിഡൻ്റാണ്, എന്നിൻ്റെ കളവ് നടത്തുന്നതിൻ്റെ അസോസിയേഷൻ പ്രസിഡൻറ്റ്. അയാൾക്ക് സീറ്റുണ്ട് പോലീസ് സ്റ്റേഷനിൽ, അറിയാള്. അപ്പോൾ എല്ലാത്തിനും അസോസിയേഷൻ ഉണ്ടാക്കാം. എന്താട്ടെ, നമ്മളെ മുസ്ലിയാർ അങ്ങനെ ഭയങ്കര ഇതിങ്ങനെ വെറുതുകൾ, ഈ പാട്ടിങ്ങനെ വെറുതിങ്ങനെ പാടിങ്ങനെ വരികയാണ് എന്ന ഈരടികൾ ഉരവിട്ടുകൊണ്ട് പെട്ടെന്ന് ആ മഹാത്മാവ് മുസ്ലിയാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പാട്ട് കേട്ടപ്പോൾ ആര് വന്ന് എഞ്ചിൻ ഘടിപ്പിച്ചു. മുസ്ലിയാർക്ക് കൂടെ പറക്കാനുള്ള കഴിവ് വീണ്ടും കിട്ടി. മൂപ്പര് വന്നപ്പോഴേ വീണ്ടും കിട്ടി. പോവുകയാണ്. നാടിമിടിപ്പുകളുടെ അതിപ്രസരവും ശ്വാസോച്ഛ്വാസങ്ങളുടെ വേലിയേറ്റവും തണവൽക്കരിച്ചുകൊണ്ട് വന്ധ്യപുരുഷനോടൊപ്പം വീണ്ടും പറന്നു. നീണ്ട് പരന്ന് വിശാലമായി കിടക്കുന്ന സമുദ്രത്തിന് മീതെ വെച്ച് ഇതുപോലെ 3 പ്രാവശ്യം ആവർത്തിച്ചു. എഞ്ചിൻ ഒഴിവായി. 3 പ്രാവശ്യം ഇഞ്ചിനെ കാണുന്നില്ല, ഇഞ്ചിൻ ഒഴിവാ. 3 പ്രാവശ്യം. ഇതിനറിയോ, ഇയാളെ കൊണ്ട് മൊയ്തീൻ ഷേഖേ എന്ന് വിളിപ്പിക്കാൻ 3 വട്ടം കേട്ടോ. 3 പ്രാവശ്യം ആവർത്തിച്ചു. പിന്നെ യാതൊരു കുഴപ്പവും സംഭവിക്കാതെ ജിദ്ദയിൽ സുരക്ഷിതരായി ഇറങ്ങി. നമ്മളെ മുഹമ്മദ് വലിയൊരു 2 ആളേ ഉള്ളൂ, കപ്പിത്താനും ക്യാപ്റ്റനും മാത്രമേ ഉള്ളൂ ഇവിടെ. ഒരു 2 ആൾ കൂടി അങ്ങനെ പോയതാണല്ലോ. അവിടെ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയ ഉടനെ പ്രഥമ മാതാവ് മഹദി ഹവ്വാ ബീവിയുടെ ഖബർ, ആദ്യത്തെ പടി അതാ, ഖബർ ബല ബാന്ധ. അത് ആദരപൂർവ്വം സിയാർത്ത് ചെയ്യുകയും തുടർന്ന് ഹറം ഷരീഫിലും റൗല ഷരീഫിലും പ്രവേശിക്കുകയും ചെയ്തു. അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗല ഷരീഫ് കൺകുളിർക്ക കണ്ടപ്പോൾ അനുരാഗത്താൽ അശ്രുകൾ പൊഴിക്കുകയും ഭക്തിസാന്ദ്രമായ ദുആക്ക് ശേഷം അവിടെ നിന്ന് സലാം പിരിഞ്ഞ് യാത്ര തിരിക്കുകയും ചെയ്തു. വീണ്ടും അവിടുന്ന് പോരാണ്. അങ്ങനെ ഇതൊക്കെ റൗല ഷരീഫ് എന്നൊക്കെ പറഞ്ഞോട്ടൊക്കെ ഒരുപാട് അപകടമുണ്ട്. കാരണം മനസ്സിലായി, റൗല ഷരീഫ് പറഞ്ഞാൽ നബിൻ്റെ ഖബറൊന്നല്ല, അത് ബിംബറിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതിലേക്കിപ്പോൾ കടന്ന സമയം പോയി പോകും. അതുകൊണ്ടാണ് ഒരു 10 കഥയെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നാണ് വിചാരിച്ച് വന്നത്. ഇതിപ്പോൾ ഒന്നുമില്ല എന്ന് നിൽക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഇനി ഇതിൻ്റെ കൂടെ വന്ന ആൾ, ഇനി നമുക്ക് എൻ്റെ നാട്ടിലേക്ക് പോകണ്ടേ? ആര് ചോദിച്ചു? നമ്മളെ പച്ച
നമ്മളെ പച്ചക്കുപ്പായക്കാരൻ ചോദിച്ചു, മൂപ്പര ആരാത് മനസ്സിലായില്ലല്ലോ പോക്ക്, എൻ്റെ നാട്ടിലേക്ക് പോകട്ടെ എന്ന് മഹാത്മാവ് മുസ്ലിയാരോട് ചോദിച്ചപ്പോൾ മുസ്ലിയാർ സമ്മതിച്ചു. അതേ, ശംസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ നാടായ ബഗ്ദാദിലേക്കായിരുന്നു പിന്നീടുള്ള യാത്ര. അപ്പോൾ കൂടെയുള്ള എഞ്ചിനാരാ? ഇപ്പോൾ ആളെ മനസ്സിലായില്ലേ ആരാ? ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. ഈ പച്ചക്കുപ്പായിട്ട് മൊയ്ലിയരോട് വന്ന സരാജ് അലി ഉമ്മം കൊടുത്ത് കൊണ്ടായത് ഉണ്ടോ? കൂട്ടിപ്പിടിച്ച ആലിംഗനം ചെയ്തൊക്കെ പിടിച്ചേച്ച് കൊണ്ടോണ്ടേ മുഹമ്മദ് മൊയ്ലിയാരോട്. ഇയാൾക്കൊരു സംശയം വന്നാ അങ്ങനെയാണ്. എന്നെ എത്ര പ്രാവശ്യം കൊണ്ടോണം ജിദ്ദയിൽ? എനിക്കൊക്കെ ഇതിൻ്റെ സംശയം എന്ന് തുടങ്ങിയാൽ അറിയോ? 40 കൊല്ലായി. അങ്ങനെ ബഗ്ദാദിലേക്ക് അഞ്ഞിപ്പോണ്ട്. കഥ പെട്ടെന്ന് തീരൂല. അനിതര സാധാരണമായ ഈ അത്ഭുത സംഭവത്തിന് സാക്ഷിയായി മുഹമ്മദ് മുസ്ലിയാർ ആത്മചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ആഹ്ലാദത്തിമർപ്പിൽ നടന്നു വരുമ്പോൾ കുളക്കരയിൽ മഹാനായ ഷെയ്ഖുന ഉമറുൽ ഖാദിരി നിൽക്കുന്നു. മൂപ്പരാളുള്ള ഇയാളെ ഗുരുനാഥെ ഉമറുൽ ഖാദിരി. അതാണ് ഞാൻ പറഞ്ഞ ഈ കേസ് മുസ്ലിയാരുടെ സഹോദരൻ എന്നറിയാൻ കാരണം. അയാളുടെ കൗലുകൾ നിൽക്കലാളൊക്കെയുള്ള പടി അധികവും വീട്ടില്ലേ. പാത്തിയിട്ട് വരും ചെയ്യും, പല്ലും തേക്കും, മരം പിടിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടെന്നാ ഇവിടില്ല. എന്താ പറഞ്ഞത് മനസ്സിലാകാൻ ഞാൻ എന്ത് ചെയ്യും? ചെറിയ വയസ്സന്മാർക്കൊക്കെ മനസ്സിലാവും. അന്ന് പറയാം മനരം പിടിക്കാന്നാ പറയാം. പാത്തിയോർത്ത് വെള്ളം ഉണ്ടാവില്ല, അവിടുന്ന് ഇങ്ങോട്ട് വരും എന്തും പിടിച്ചിട്ട് പല്ലും തേക്കും. അങ്ങനെ കുളക്കടവിലുണ്ട് ഈ പറഞ്ഞ ആൾ. അവിടുന്നാണ് ഈ കഥ വീണ്ടും പോകുന്നത്, കാരണം കഥ കൊണ്ടോണ്ടേ. അങ്ങനെ മൂപ്പരെന്താണ് ഷെയ്ഖുന ഉമറുൽ ഖാദിരി നിൽക്കുന്നു. തഹജ്ജുദ് നിസ്കാരത്തിന് ഒളു എടുക്കാൻ വന്നതായിരുന്നു ആര്? ഉമറുൽ ഖാദിരിയെ. അവർ മുരീദിനെ കണ്ടപ്പോൾ ഷെയ്ഖുന ചോദിച്ചു, ഇപ്പോൾ ബോധ്യമായില്ലേ? ഇത് ഇയാൾ പോയതൊന്നും മറ്റാളെ അറിഞ്ഞിട്ടില്ലാതാ ഇയാൾ വിചാരിച്ചത്. ഇപ്പം ബോധ്യമായില്ലേ? ഇത് കേട്ട് മുഹമ്മദ് മുസ്ലിയാർ അന്തം വിട്ടു നിന്നു. വല്ല നിലത്തിനും മൊയ്തീൻ ഷേഖിനെ വിളിച്ചാൽ അവർ സഹായത്തിനെത്തുമോ എന്ന എൻ്റെ സംശയം ഈ യാത്രയിൽ പൂർണ്ണമായും നീങ്ങി. പക്ഷേ ഷെയ്ഖുന ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു? മുസ്ലിയാർക്ക് അത്ഭുതവും അതിലേറെ ജിജ്ഞാസയും പതിഞ്ഞ് മൂപ്പരൊന്നും ഔലിയാക്കളല്ലോ അതിനുള്ള പരിപാടിയില്ല. ഇടാ അങ്ങനെയുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആ സലഫി പ്രസ്ഥാനം ഇതിനെയാണ് എന്തുകൊണ്ട് ഇങ്ങനെ പല്ലും നഖം ഉപയോഗിച്ചാൽ മാന്തുക. ഇതൊക്കെ ഒന്ന് കാസറ്റ് പുറത്തിറങ്ങിയാണ്ടല്ലോ എത്ര ക്ലിപ്പാക്കുന്നവർ. ഇപ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടാവും. ഇത് മാത്രം ഇതെന്താന്ന് വെച്ചാൽ എനിക്കിപ്പം നിങ്ങൾ എന്തിട്ടായിരിക്കൊന്നുമില്ല, എൻ്റെ ടൈമൊക്കെ കഴിഞ്ഞതാ കേട്ടോ. കാരണം പോണയിലിടയ്ക്ക് എന്തായാലും നിങ്ങളെപ്പറ്റിയുള്ള കാര്യം ജനങ്ങളുടെ ഇടയിൽ ബോധ്യപ്പെടുത്താണ്ടിരുന്ന സെൽഫികൾക്ക് നടക്കൂല. അപ്പോൾ നമ്മളോടുള്ള ദേഷ്യം തീർക്കാൻ ഫാസിസ്റ്റുകളെ കൂടിയിട്ട് നമ്മളാണ് തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. സകല അടിയും എന്തടിയാണ് കിട്ടിയത് അറിയങ്ങൾ. മൗലൂദ് കഴിക്കും മുമ്പൊക്കെ ചില ആൾക്കാർ പറയുന്നു ഇടയ്ക്കിടയ്ക്ക് എന്ത് തിന്നാൻ കിട്ടും അത് പോക്കി. ഈ അങ്ങനെ മുജാഹിദായിട്ട് ഇത് കേട്ടിട്ട് മുജാഹിദായ ചില ആൾക്കാരുണ്ടാവും. ഓല് വന്നിട്ട് ഒരു രസമില്ലട്ടോ ഇവിടെ എന്താപ്പോൾ ആകെ ഒന്നുമില്ല, വെറും എന്തെങ്കിലും ഈ മുജാഹിദീങ്ങളെ ക്യാമ്പിൻ്റെ എന്നാണെങ്കിൽ ഒരു ബിസ്ക്കറ്റും ചായ ഇത് വല്ല മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയായില്ല. ഇതൊരു നമുക്ക് എന്തെങ്കിലുമൊക്കെ കടിച്ചു വലിക്കാൻ കിട്ടുന്നത് മൗലൂദ്, റാത്തീബ്, 70 40 90 100 നേർച്ചയ്ക്കുക. അതിനൊക്കെ കുറേ ഔലും പിന്നെ ആപ്പിളും ഒക്കെ മുറിച്ചിട്ടിട്ട് അതൊക്കെ ഒരു സന്തോഷമല്ലേ. അങ്ങനെയൊക്കെ തട്ടീനി ആൾക്കാർക്ക് ഇതൊക്കെ ഇല്ലാണ്ടായപ്പോൾ പിന്നെ ആരോടെ ദേഷ്യം മുഴുക? പിന്നെ ഇത് നമ്മളത് ശരിയാണെന്ന് ഇത് കേട്ടിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെയും ദേഷ്യം മുറുകല്ലേ കുറയില്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നിങ്ങൾ അറിയേണ്ടത് ഇയാളുടെ വേറൊരു കഥയും കൂടി ഞാൻ പറയണം എന്നതാ. അതില്ല ഞാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഈ കഥ പൂർത്തിയാവില്ല. ഇതിൻ്റെ പാർട്ട് 2 പിന്നെ ഇറക്കിയാൽ പോരെ. എന്തുകൊണ്ട് സലഫികൾ വിമർശിക്കപ്പെടുന്നു? അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ അപ്പെട്ടത് കേട്ടോ. എന്നാൽ കേട്ടോളി. നമ്മൾ ഇതേ ഷെയ്ഖുന ഒരു ദിവസം കേട്ടോള് ഇയാളുടെ ഈ ജാതി കള്ളത്തരൊക്കെ മുജാഹിദീകൾ മനസ്സിലാക്കി കേട്ടോ. കേട്ടോളി. ഷെയ്ഖുന സിറാജുദ്ദീൻ സയ്യിദ് അമാനുഷികമായ കഴിവുകളിൽ തീരെ വിശ്വാസമില്ലാത്ത, ഇദ്ദേഹത്തിന് അമാനുഷിക കഴിവിലൊന്നും തീരെ വിശ്വാസമില്ലാത്ത ചില തലതിരിഞ്ഞ കൂപമണ്ഡൂപങ്ങൾ എന്നെ വിളിച്ചതാ. തലതിരിഞ്ഞ് ഓൽക്കനുസരിച്ച് തിരിക്കാത്ത തലയിട്ട് കിടക്കുന്ന കൂമ മണ്ഡൂപങ്ങൾ എന്ത് ചെയ്തു? ഷെയ്ഖുനയെ മറ്റൊരിക്കൽ അബദ്ധത്തിൽ വീഴ്ത്താൻ വിഫല ശ്രമം നടത്തി. ഇയാളൊന്ന് കൊടുക്കാൻ കേട്ടോ.
അങ്ങനെ അതായത് ഷെയ്ഖുനക്കെതിരിൽ അവർ പെറ്റീഷൻ കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കേട്ടോ. ഉടനെ പോലീസുകാർ വന്ന് ഷെയ്ഖുനയെ പിടിച്ചു, കയ്യാമം വെച്ച് സ്റ്റേഷനിലേക്ക് നടത്തി. നിരപരാധിയായ ഷെയ്ഖുന എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് കരുതി സമാശ്വസിച്ചു. കുറ്റവാളിയെ ചിത്രീകരിക്കപ്പെട്ട് ഷെയ്ഖുന കയ്യാമം വെക്കപ്പെട്ട നിലയിൽ മുന്നിൽ പോലീസുകാർ പിന്നിലും നടക്കവേ പെട്ടെന്നാണ് അള്ളാഹുവിൻ്റെ സഹായം മഹാനവറുകളിൽ വർഷിച്ചത്. അങ്ങനെ പോലീസുകാർ മുന്നിലും മൂപ്പര് ബയ്യിലുമായിട്ട് കയ്യാമം വെച്ചങ്ങോട്ട് കൊണ്ടുപോയി ഈ മുഹമ്മദ് മൊയ്ലിയാരെ നേരത്തെ ജിദ്ദേ പോയി എന്നാളെ കേട്ടോ കൊണ്ടുപോവുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, കേട്ടോളി. അപ്പം എന്താ പ്രശ്നം? ഷെയ്ഖുനയുടെ കൈകളിൽ ബന്ധിച്ച ചങ്ങലകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി, മറിച്ച് ഓരോ പോലീസുകാരൻ്റെയും കയ്യിൽ ആമം വന്നു കുരുങ്ങി. കൂട് വിട്ട് കൂടുമാറ്റം. അങ്ങനെ നിങ്ങൾ അറിയേണ്ടത് ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങണ്ട, ഞാനൊക്കെ ഇത് നിങ്ങൾക്ക് വായിച്ചു തരേ. അങ്ങനെ ഇനി കേട്ടോളി. അങ്ങനെ ആമം പെട്ടെന്ന് അങ്ങോട്ട് മാറിയല്ലോ. അങ്ങനെ എന്തായി? കൈകളിൽ ആമം വന്നു കുരുങ്ങുന്നു. പോലീസുകാർ വിഷമിച്ചു. അവർ ആമം വെക്കപ്പെട്ട കൈകളോടെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു. മൂപ്പര് മുന്നിലും പോലീസുകാർ ആമം വെച്ചവർക്ക് വയ്യിലും നടന്നു. പിന്നിൽ ഷെയ്ഖുനയും അവരെ തെളിച്ചുകൊണ്ട് മാന്യതയോടെ നടക്കുന്നു. ഇത് കണ്ട് വഴിയോരത്ത് ജനക്കൂട്ടം അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. പോലീസുകാർ ആമം വെച്ച് ഷെയ്ഖ് കൊണ്ടോണ്ട് കേട്ടോ, റോട്ടുമ്പോൾ കൂടെ നടത്തിയാൽ കൊണ്ടോണ്ട്, ജീപ്പ് ഉണ്ടാവില്ല ചിലപ്പോൾ. അതാ ഇതെന്തൊരു പുതമറമ്പെ, കയ്യാമം വെച്ച് പോലീസുകാരെ എങ്ങോട്ടാണ് ഇദ്ദേഹം കൊണ്ടുപോകുന്നത്? ഷെയ്ഖുനയെപ്പറ്റി അറിയുന്നവർക്കും അറിയാത്തവർക്കും വിസ്മയം നുരഞ്ഞു പൊന്തി. എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് ഈ അസാധാരണ ദൃശ്യം നോക്കിയിരിക്കുകയാണ്. പോലീസുകാരാകട്ടെ നാണക്കേട് കൊണ്ട് തലയും താഴ്ത്തി കുറ്റവാളികളെപ്പോലെ ഷെയ്ഖുനയുടെ മുന്നിൽ നടന്നു നീങ്ങുന്നു. മറിച്ചൊന്നും ചെയ്യാൻ അവർക്കപ്പോൾ സാധിച്ചിരുന്നില്ല. അങ്ങനെ അവർ സ്റ്റേഷനിലേക്ക് എത്തി. ഇത് കണ്ട് സർക്കിൾ ഇൻസ്പെക്ടറും അത്ഭുതപ്പെട്ടു. അതുണ്ടാവുമല്ലോ, നിങ്ങൾ കണ്ടില്ല, ജാതി ഭർത്താനൊക്കെ പറയുന്നുണ്ട് ഏത് അഭ്യസ്ത വിദ്യരും, ഓല് പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട്, ഏത് അഭ്യസ്ത വിദ്യരും വിശ്വാസപരമായി തനി പാപ്പറുകളായിരിക്കും കേട്ടോ. അതല്ലേ പല ജഡ്ജിമാരും പല ജാതി ആളുടെ ചവിട്ടും കൊള്ളാൻ തലച്ചു കൊടുക്കുന്നത്. അമ്മൻ്റെ ഇതൊക്കെ പറയുന്നതിനെ കൊണ്ട് നമ്മൾ സെൽഫികൾ എന്തായത്? തീവ്രവാദികളായത്. നിങ്ങളെന്താ വിചാരിച്ചത്? മുസ്ലിങ്ങളൊക്കെ കോലത്തിലാക്കി തീർത്തതിൽ സെൽഫികളെ രക്തത്രേ, വിയർപ്പത്രേ, പണത്രേ, അധ്വാനത്രേ, കഷ്ടപ്പാടത്രേ. നിങ്ങളെന്താ വിചാരിച്ചത്? നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് അണ്ടാക്കാവുക്കും അബൂക്കാവുക്കും അത്ഭുത വിളക്ക് പോലെ തുറന്നിട സീസെന്ന് പറഞ്ഞ് തുറന്നതല്ല ആണോ? ഏതെങ്കിലും ഒരു മന്ത്രോച്ചാരണത്തിൻ്റെ പേരിൽ ഇത്രയും അത്ഭുതകരമായ മാറ്റം ഉണ്ടായതല്ല. സലഫി പ്രസ്ഥാനം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നുള്ളതിനെപ്പറ്റി മനസ്സിലാക്കണം നിങ്ങൾ കേട്ടോ. അങ്ങനെ പോലീസുകാരനായിട്ട് നാണക്കേട് കൊണ്ട് തലയും താഴ്ത്തി കുറ്റവാളിയെപ്പോലെ ഷെയ്ഖുനയുടെ മുന്നിൽ നടന്നു നീങ്ങി. മറിച്ചൊന്നും ചെയ്യാൻ അവർക്കപ്പോൾ സാധിച്ചിരുന്നില്ല. അങ്ങനെ അവർ സ്റ്റേഷനിലെത്തി. ഇത് കണ്ട സർക്കിൾ ഇൻസ്പെക്ടറും അത്ഭുതപ്പെട്ടു. ഷെയ്ഖുന തീക്കൊള്ളിയാണെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. ഇത് തീക്കൊള്ളിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ഈ കഥകളോട്ട് പോലീസുകാരും കയ്യേക്കൂല പേടിച്ചിട്ട് അല്ലേ? ആ തീക്കൊള്ളിൻ്റെ നേരെ കയ്യേക്കണമല്ലോ നമ്മൾ മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ വിചാരിക്കേണ്ട മൊയ്തീൻ ഷേഖിനോട് ഇവിടുത്തെ ദുനിയാവിലുള്ള കാര്യം മാത്രമല്ല. നിങ്ങളിടില്ലേ ഓരോ കാര്യങ്ങളിലും മുമ്പ് മഴ കിട്ടാണ്ട് വന്നപ്പോൾ നമ്മളെ കോയപ്പാപ്പല്ലേ, അറിയില്ലേ? കോയപ്പാപ്പൻ്റെ അടുത്ത് പോയത് കഥ. കോയപ്പാപ്പൻ്റെ അടുത്ത് പോയി. എന്താ കോയപ്പാപ്പ മഴ കിട്ടാണ്ട് വിഷമിക്കുമ്പോൾ ആൾക്കാരിലും കൂടി കോയപ്പാപ്പൻ്റെ പോയി. കോയപ്പാപ്പ നാളിതുവരെ കുളിക്കാത്ത ആളാണ്, വെള്ളം ആവശ്യമില്ലാത്ത ആളാണ്. മൂപ്പര് വാട്ടർ പ്രൂഫാണ്. അതെ, അങ്ങനെ കുളിക്കുന്നതായി ആരും കണ്ടിട്ടില്ല. പക്ഷേ മഹാൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ അഴുക്കോ വാസനയോ ഉണ്ടായിട്ടില്ല. അതിനുള്ള സമയത്താണ് എവിടെയും വെള്ളത്തിന് ക്ഷാമം. ഇത് സുന്നത്ത് മാസികയിൽ വന്നതാ. എവിടെയും വെള്ളത്തിന് ക്ഷാമം. വേങ്ങര നിവാസികൾ, കോയപ്പാപ്പ അവിടെ ഉള്ള ആളാ, വേങ്ങര അറിയില്ലേ? നീ കോയപ്പാപ്പ അവിടെ ആയിരിക്കണ്ട. വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു. വന്നങ്ങോട്ട് ഉടനെ തന്നെ മൂപ്പർ ചോദിച്ചു, ഓ മഴയില്ല അല്ലേ എന്ന് പറഞ്ഞ് മൂപ്പർ ഉടുതുണി പൊക്കി. മൂപ്പരെ പണി അതാ. മൂപ്പർ ഉടുതുണി പൊക്കി അങ്ങ് മൂത്രിച്ചു. ഇനി നിങ്ങൾ പൊയ്ക്കോളൂ, മഴ ഉടൻ ഉണ്ടാകും. ആശ്ചര്യം, അതാ വരുന്നു തകർപ്പൻ മഴ, മൂത്രമഴ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മഴ കിട്ടാണ്ട് വിഷമിച്ചു അല്ലേ? എന്താ നബി ചെയ്തത്? ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അസാബത്തിന്നാസു സനത്തൻ, ജനങ്ങൾക്ക് വരൾച്ച ബാധിച്ചു. അലാഹുദ്ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിൻ്റെ കാലത്ത്, ഫബൈനമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്തുബു ഫീ യൗമിൽ ജുമുഅ, നബി വെള്ളിയാഴ്ച ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാമഅറാബിയുൻ, ഒരഅറാബി എഴുന്നേറ്റിട്ട് നബിയോട് പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാഹ് ഹലക്കൽ മാൽ വജാഅൽ ഇയാൽ, നബിയെ സമ്പത്തെല്ലാം നശിച്ചു, കുടുംബം അതീവമായ പട്ടിണിയിലാണ്, വെള്ളം കിട്ടാതെ, ഫദ്ഉല്ലാഹ ലനാ, അറാബിക്കാരെ അല്ലാഹുവിനോട് ദുആ, ഞങ്ങൾക്ക് വേണ്ടി ഫദ്ഉല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയോട് പറയാ. ഫറഫഅ യദൈഹി, അന്നാണ് നബി രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിയത്. ദുആയില് ഒരു സുപ്രധാനമായ രംഗാണ് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ. ഫറഫഅ യദൈഹി, അപ്പോഴാണ് വമാ നറാ ഫിസ്സമായി ഖസഅതൻ, നമ്മൾ ആ സമയത്ത് ഒരു കാർമേഘം പോലും ആകാശത്ത് നമ്മൾ കണ്ടിട്ടില്ല നബി കൈകൾ ഉയർത്തുമ്പോൾ. ഫവല്ലദീ നഫ്സി ബിയദിഹി മാ വലഅഹ ഹത്താ സാറ സഹാബ് അംസാലൽ ജിബാൽ, സമയം താമസിയാതെ തന്നെ നബി പ്രാർത്ഥന നടത്തിയ ഉടനെ തന്നെ പെട്ടെന്നതാ കാർമേഘങ്ങൾ വന്നുകൂടുകയും അംസാലൽ ജിബാൽ, പർവ്വത സമാനമായ കാർമേഘങ്ങൾ വന്നു, എന്നിട്ട് ചലിച്ചു തുടങ്ങി. നബി സുമ്മലം യൻസിലൻ മിമ്പരിഹി, നബി മിമ്പറിന്റെ മുകളിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹത്താ റഅയ്തുൽ മതർ, മഴ ഞങ്ങൾ കണ്ടു. യതഹാദറു അലാ ലിഹിയതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിൻ്റെ താടി കൂടെ ഒലിച്ചിറങ്ങുന്നതായിട്ട് നബി അള്ളാഹിനോട് പറഞ്ഞു. മറ്റേ ആൾ തുണി പൊക്കി പാത്തി. അങ്ങനെ ഇത് രണ്ടും നിങ്ങൾ അറിയണം. ഈ തുണിയൊക്കെ പാത്തിയ ആളെ നമ്മൾ അംഗീകരിച്ച നമ്മളെ സെൽഫിൻ്റെ ഇതൊക്കെ അംഗീകരിച്ച നിങ്ങളുടെ ശത്രുത കുറയും. അങ്ങനെ കോയപ്പാപ്പ, പിന്നെ റഹിമഹുല്ല, നമ്മൾ പറയും കോയപ്പാപ്പ റാ, അത് സാഹ അല്ലേ? നോക്കി നിങ്ങൾ, മരണസമയത്ത് ഖബറിൽ മൊയ്തീൻ ഷേഖിനോടാണ് കാവൽ ചോദിക്കുന്നത്. മരണസമയത്ത് ഖബറിലും എന്താ ചോദിക്കുന്നത്? സഹാബത്ത് ലോകം കണ്ട ഏറ്റവും ഉന്നതനായി അള്ളാഹു അറിയിച്ച വ്യക്തികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഉന്നതനായ വ്യക്തി, ചോദിക്കാൻ ഏറ്റവും നല്ല റസൂലിനോടായിരുന്നില്ലേ? ചോദിച്ചിട്ടില്ല. നേരെ മറിച്ച് മരണസമയത്ത് മൊയ്തീൻ ഷേഖിനോട് കണ്ടാ പറയുന്നത്, കാലം മാസിറായിൽ മൗത്ത് വാങ്ങുന്നേരം കരുത്തർ മോഹിയദ്ദീൻ കാവേലിലേകല്ലാ. മരണത്തിൻ്റെ സമയത്ത് മൊയ്തീൻ ഷേഖെ അങ്ങയുടെ കാവൽ തരണേ എന്ന് പാടിക്കൊടുക്കുകയാണ്. സലഫികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കണത് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെയോ മഹ്ശറ വൻസഭേലതാ വരുമ്പോൾ അവിടെയും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ ചര്യയുമൊക്കെ പഠിച്ച നിങ്ങൾക്കറിയാം, ഒരാൾക്കും രക്ഷയില്ലാത്ത സ്ഥലമാണ്. പക്ഷേ മൊഹീദ്ദീൻ മാലക്കാരൻ പറയുന്നെന്താ? ചൂട് പെരുത്താറമ്മൽ ഞാൻ നിൽക്കുമ്പോൾ ഷൊക്കർ മോഹിയദ്ദീൻ കാവേലിലേകല്ലാ. മൊയ്തീൻ ഷേഖിൻ്റെ കാവല് പടച്ചോനെ നീ വാങ്ങിത്തരണേ. മൊയ്തീൻ ഷേഖിനോടെ മൊയ്തീൻ ഷേഖ് പരലോകത്തകൻ തിരഞ്ഞെടുക്കുക. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലല്ല മൊയ്തീൻ ഷേഖ്. അപ്പോൾ അള്ളാഹ്ക്ക് മൊയ്തീനെ ഓൽക്കത് കൊടുത്താളുണ്ടോ? ഇത് എന്താ അപ്പം നിങ്ങൾ വിചാരിച്ചത്? അള്ളാഹ് അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുക മൊയ്തീൻ ഷേഖിൻ്റെ അയാൾ നടന്നിട്ട് കേട്ടോ. അതാണ് ഷൊക്കർ മോഹിയദ്ദീൻ കാവേലിലേകല്ലാ. കയ്യോ ഖുർആൻ അതാ പറഞ്ഞത്, യൗമലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ വല്ലംറു യൗമഇദിൻ ലില്ലാഹ്. അന്നേ ദിവസം ഒരാൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ കഴിയാത്ത ദിവസമാണ്. പരമാധികാരം അള്ളാഹിനുള്ളതാണെന്നോർത്തോ എന്നാ ഖുർആൻ പറഞ്ഞത് കേട്ടോ. നോക്കി നിങ്ങൾ, വിചാരണ നടക്കുമ്പോൾ ബദരീങ്ങളോട് വിചാരണ നമ്മളൊക്കെ നടത്തുകയാണല്ലോ. നരകത്തിൽ പോകേണ്ട സുഹൃത്തിലേക്കാ. അപ്പോൾ ചോദിക്കണം നിങ്ങൾ, തെറ്റാതെ വിസ്താരം ചെയ്യും സമയത്ത് ധീരബദരീങ്ങൾ കാവേലിലേകല്ലാ. നമ്മളോട് നാളെ പരലോകത്ത് നമ്മൾ ചെയ്ത തെറ്റും ശരിയൊക്കെ നോക്കുമ്പോഴേ ബദരീങ്ങളെ കാവൽ അടച്ചോണ്ട് വാങ്ങിക്കൊടുക്കാൻ പടച്ചോൻ വാങ്ങി തരാം നമുക്ക്. എന്ത് നമുക്ക് നമ്മളിതിങ്ങനെ നോക്കുമ്പം ബീരാങ്കോയ ജായ് സെൻറ്ററിൽ സി ടവറിൽ ഇത്ര മണിക്കൂർ ഇരുന്ന് ഒക്കെ അങ്ങനെ നോക്കി, ചിലപ്പോൾ 5 മണിക്ക് മുങ്ങിയുണ്ടാവും. അല്ല 5 മണിക്ക് ചിലപ്പോൾ മുങ്ങിയുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പം മൂപ്പര് കരുത്തർ ബദരീങ്ങളിൽ കാവലിൽ പഠിച്ചോനെ അത് 5 എട്ടാക്കി. എന്താ
അങ്ങനൊരു കാവൽ കിട്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്ത് പരലോകം അവർ വിചാരിച്ചത്? ഇനി നമ്മളെ ഹിസാബിനെടുക്കുമല്ലോ. അപ്പോൾ ബദർ വെയ്ത്തേര് പറയാം, നമ്മൾ ഹിസാബിനെടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ ഖുർആൻ എന്താ പറഞ്ഞത്? ഓരോരുത്തരും ചെയ്ത എല്ലാ പാപഭാരവും തലേ കയറ്റിയാളുടെ നിൽക്കുക. ശരിക്കും തനി പോട്ടർമാരമായിട്ടുണ്ടാവും പരലോകത്തിന് കേട്ടാ. അങ്ങനെ നിൽക്കുമ്പോൾ ഏറ്റിയ ചോടാകെ തൂക്കുന്ന നേരത്ത്, ഇത് ഏറ്റിയ ചോടൊക്കെ തൂക്കുകയാണല്ല. ആ സമയത്ത് എന്താക്കണോ? കൊപ്പരയല്ലേ. അപ്പോൾ ഏറ്റിയ ചോടാകെ തൂക്കുന്ന നേരത്ത് എതിരർ ബദരീങ്ങൾ കാവേലിയിലെ കല്ല. ബദരീങ്ങളെ കാവൽ കൊണ്ട് കഴിച്ചാക്കിക്കൊണ്ട പടച്ചോനെ ഏറ്റിയ ചോടൊക്കെ. ഏതാ ചോട്? ഏതാ ചേട്? കള്ളുടിച്ചോൻ അതുവരെ കുടിച്ച കള്ളും കുപ്പി തലേ കയറ്റിയാൽ നിൽക്കുന്നുണ്ട്. കട്ടോൻ അതുവരെ കട്ട മുതൽ തലേ കയറ്റിയാൽ നിൽക്കുന്നുണ്ട്. അതിന് കഴിച്ചിലാക്കാൻ ആരോട്? ബദരീങ്ങളോട്. തീർന്നില്ല. സിറാത്ത് കടക്കുമല്ലോ നമ്മൾ. നരകത്തിലേക്കല്ലേ സ്വർഗത്തിലേക്ക് പോകുമല്ലോ. ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിന്നാർ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതിന് സിറാത്തുൽ മുസ്തഖീമില്ലേ, ആ മുസ്തഖീമിലൂടെ കടക്കുമ്പോൾ മൂപ്പര വക അപ്പോഴും ചോദിക്കുന്ന ആരോടാ? മൊയ്തീൻ ശേഖിനോട്. ദാ അരിപ്പത്തിൽ ഇട്ട സിറാത്ത് കടക്കുമ്പോൾ അരിമാമോഹിയദ്ദീൻ കാവേലിയിലകല്ല. ആ സിറാത്ത് കടക്കുമ്പോഴും നമുക്ക് ആരെ കാവൽ വേണം? മൊയ്തീൻ ശേഖിൻ്റെ കാവൽ പടച്ചോനെ വാങ്ങിക്കൊണ്ടാൻ. റസൂലുള്ള എങ്ങനെയാണ് കടക്കുക എന്നറിയോ? റസൂലുള്ള ആ സിറാത്ത് കടക്കുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷിക്കണേന്ന്. ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ അപകടകരമായൊരു സാഹചര്യത്തിലൂടെയായിരുന്നു മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് സലഫികൾ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ സലഫികൾ ഇടപെടൽ എന്താ മറക്കാൻ കഴിയുമോ? നിങ്ങളെ കൊണ്ട് ലോകത്താർക്കെയും മറക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് സലഫികളാണ് ഇവിടുത്തെ എല്ലാ തീവ്രവാദവും. കാരണം മുസ്ലിങ്ങൾ അതപ്പതിച്ച് നിൽക്കേണ്ട മുസ്ലിങ്ങൾ, വിദ്യാഭ്യാസം ഇല്ലാത്ത മുസ്ലിങ്ങൾ, ഒന്നിനും കൊള്ളരുതാത്ത ചവറ് പോലത്തെ മാപ്പിളാരെ കോലത്തിലാക്കിയ സലഫികളാണ്. അതുകൊണ്ട് സലഫികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. മറ്റേ നമ്മളിവിടെ വലിയ വിദ്യാഭ്യാസമുള്ളവരും എല്ലാ രംഗത്തും മികവുറ്റവരും നമ്മളായിരുന്നു. മനസ്സിലല്ലേ? ഒരു സാംസ്കാരികമായ ഒരു ഭാഷ പോലും സംസാരിക്കാൻ കഴിയാത്ത ആളല്ലായിരുന്നോ മുസ്ലിങ്ങൾ? എന്നിട്ട് ഇപ്പോഴും ചില നാടകത്തിലൊക്കെ ഈ നമ്മളെ കുന്നമംഗലം ഭാഗത്തുള്ള ഒരു പെണ്ണ് വന്നിട്ട് മാപ്പിളാരെ ഉളുപ്പ് എടുത്തിട്ട് വർത്താനം പറഞ്ഞേക്കാം. MIT മൂസ അത് തന്നെ. വീട്ടിൽ റേഡിയോയിലൊക്കെ നാടകം ഉണ്ടാവും. എന്നിട്ട് നാടകത്തിലെന്താ പറയുക? നാടകത്തിൽ ആചാരാക്കേ ആചാരേ ഓയ് മൂപ്പര് മീൻകാരനായി കൂവുക. പിന്നെ എല്ലാം എന്തിട്ടാലും നമുക്കൊരു വേഷമുണ്ട് അല്ലേ? ഒരു പച്ച ബെൽറ്റ്, ഒരു കള്ളിത്തുണി, ഒരു മിസ്വാക്ക്, ഒരു തൊപ്പി. എന്നിട്ട് മറ്റേ വീട്ടിൽ വൈറ്റ് വാഷ് ചെയ്യണമായിട്ടൊരു താടിയും പഴയ ചേർത്തുപ്പ് ഇങ്ങനെ കുത്തിച്ചതുക്കിയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടാൽ തന്നെ മനസ്സിലാവും. എന്നിട്ട് അന്നത്തെ മൊയ്ലിയന്മാരെ എടുത്തോണ്ടില്ലേ? തോളിലൊരു പച്ച, ഈ തോളിലൊരു ഷാല്, ഇപ്പുറത്തൊരു കൊട, ഇപ്പുറത്ത് 2 ടവല്, വല്ല തുണിഷാപ്പിൽ അയലുന്തിക്കൊണ്ടിരാൻ തോന്നും. ഇപ്പോഴെല്ലാം ഐറ്റികൾ മര്യാദക്ക് നടന്നു. ഐറ്റികളെ സംബന്ധിച്ചോളം നമ്മളോട് ഭയങ്കര കടപ്പാടുണ്ടായിട്ട് ഞങ്ങൾക്ക് മുടി മുടി ഇങ്ങനെ പുരയിൽ. അന്നൊക്കെ മാപ്പിളാരെ വീട്ടിലെ ഇയാൾ വരും, ഒരു ഒസാന് അല്ലേ, വെള്ളിയാഴ്ച വരും. വന്നിട്ട് ബാക്കിൽ തന്നെ പിടിക്കും കത്തി, ഒരൊറ്റ ഇങ്ങോട്ട് നീട്ടി റോബസ്റ്റ പഴത്ത് ഒരുരിച്ചരി അങ്ങോട്ട് ഉരിച്ചു വിടും. മുടി വെച്ചാൽ കാഫറായിരുന്നു. അതല്ലേ 4 പാടും വെട്ടി അതിൻ്റെ നടുവിലൊരു ചട്ടി, ഈ ഫിരീത്തിൻ്റെ കുട്ടി നരകത്തിലേക്ക് തട്ടി. മുടി വളർത്തിയോലൊക്കെ ഇഫിരീത്തിൻ്റെ കുട്ടിയാണ്, നരകത്ത് പോകേണ്ട ചട്ടിയാണ്. ഇപ്പം ഏകദേശം കുട്ടികളുടെയൊക്കെ ചട്ടി പോലെ ആക്കിയിരുന്നു. ഇപ്പോഴാണത് പാടേണ്ടത് അല്ലേ? അപ്പോൾ ഏതാട്ടെ, സലഫി പ്രസ്ഥാനം എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു? സലഫികൾ എന്താണ് ഈ സമൂഹത്തിൽ ചെയ്തത്? അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഓർമ്മ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ
ഓർമ്മിച്ചുകൊണ്ടിരിക്കില്ല നമുക്ക് പണിയാൻ പാടില്ലേ? പാർട്ട് 2 അപ്പോൾ ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം അല്ലേ? ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും സലഫികൾ ഈ ലോകത്ത് നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഏറ്റവും ശക്തമായ പേജുകളിൽ നിന്ന് ഒരു ചെറിയ 1-2 വരികൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നുള്ളിയിട്ടിട്ടുള്ളൂ. സലഫി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സമയവും ശ്വാസവും സമ്പത്തും ആരോഗ്യവും ചെലവഴിക്കുന്ന എനിക്കും നിങ്ങൾക്കും പടച്ച തമ്പുരാൻ ഇതിൻ്റെ പേരിൽ പ്രതിഫലം നൽകി ഈ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും രക്ഷിച്ച ഈ സലഫി പ്രസ്ഥാനത്തിന് ശക്തിയും അതിൻ്റെ പ്രവർത്തകർക്ക് ഈമാനും അതിൻ്റെ പ്രവർത്തകർക്ക് തഖ്വയും അതിൻ്റെ പ്രവർത്തകർക്ക് ഖൗഫും അതിൻ്റെ പ്രവർത്തകർക്ക് അള്ളാഹുവിൻ്റെ ബർക്കത്ത് കൊണ്ടും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ്റെ കോടതിയിലേക്കുള്ള യാത്ര തീർത്തും സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാനുള്ള നമ്മുടെ ഏത് എളിയ ശ്രമവും കരിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാൻ പടച്ച തമ്പുരാൻ്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുത്തുകൊണ്ട് മരിച്ചു പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് അധ്വാനിച്ചവരുണ്ടായിരുന്നു. ഇക്കാലം വരെ ഈ ആദർശ പ്രസ്ഥാനത്തിനു വേണ്ടി ഓടി നടന്ന മുഴുവൻ പ്രവർത്തകന്മാർക്കും മുഴുവൻ പണ്ഡിതന്മാർക്കും അള്ളാഹുവിൻ്റെ ബർക്കത്ത് അവൻ ഖബറിലും അള്ളാഹു അവൻ്റെ ബർക്കത്ത് നൽകുകയും പരലോകത്ത് മഗ്ഫിറത്ത് നൽകുകയും സ്വർഗത്തിലെത്താനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു നമ്മുടെ പ്രവർത്തകന്മാർക്കും പണ്ഡിതന്മാർക്കും നൽകുമാറാകട്ടെ. പടച്ച തമ്പുരാൻ്റെ കോടതിയിലേക്കുള്ള യാത്ര മലായിക്കത്തുകളുടെ അങ്ങേയറ്റത്തെ താല്പര്യപൂർവ്വം അകമ്പടി സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ ആത്മാവിന് സ്വർഗത്തിലെത്തിച്ചേരാൻ അള്ളാഹു തുണക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ നമ്മുടെ ബദ്ധ്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു നമുക്കെല്ലാം സഫലീകരിച്ചിരുമാറാകട്ടെ. പടച്ച തമ്പുരാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനായി ഭൂമിയിൽ നിന്ന് മരിച്ചു പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.